സൈമണും ഗുണ്ടകളും നിത്യയെ വാനിൽ കയറ്റുന്നത് അരുണിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന രാജേഷ് കണ്ടു. അവൻ ഉടൻ തന്നെ വീട്ടിലേക്ക് വിളിച്ചു. അരുൺ എത്തിയിരുന്നില്ല. സഹോദരി ആശയാണ് ഫോൺ എടുത്തത്. രാജേഷ് ആശയോട് വിവരം പറഞ്ഞു. പിന്നെ ഒന്നും ചിന്തിക്കാതെ അരുൺ ഓടി റോഡിലെത്തി. ആദ്യം കണ്ട ടാക്സിക്ക് കൈ കാണിച്ചു. സൈമൺ ആനറാഞ്ചിയിലേക്കായിരിക്കും നിത്യയെ കൊണ്ടുപോയിരിക്കുക എന്ന് അവൻ തീരുമാനിച്ചു. ടാക്സി കുതിച്ചു. അതിനും വേഗത്തിൽ അവന്റെ മനസ്സും. നിത്യയുടെ പ്രതിഷേധത്തെ വകവയ്ക്കാതെ സൈമൺ അവളുടെ വസ്ത്രങ്ങൾ ചീന്തിയെറിഞ്ഞു. അവിടെ ഒരു കൊടുങ്കാറ്റ് താണ്ഡവമാടുകയായിരുന്നു. പെട്ടെന്ന് ആ മുറിയുടെ വാതിൽ തകർന്ന് വിജാഗിരിയിൽ തൂങ്ങിയാടി. സൈമണും ഗുണ്ടകളും ഞെട്ടിത്തിരിഞ്ഞു. പിന്നിൽ സംഹാര രുദ്രനെ പോലെ അരുൺ. അടിച്ചു താർക്കടാ ആ പന്ന കഴിവറിയെ, സൈമൺ ഗുണ്ടകളോട് പറഞ്ഞു. അടുത്ത നിമിഷം അരുണിന്റെ തൊഴിയേറ്റ് വാതിൽ പാളി തകർത്തുകൊണ്ട് സൈമൺ പുറത്തെ വരാന്തയിൽ മുഖമടിച്ചു വീണു. അയാളുടെ വായിലെ ഒന്ന് രണ്ട് പല്ലുകൾ അടർന്നുപോയി. മൂക്കിലൂടെ രക്തം ചീറ്റി. സൈമൺ എണീക്കാൻ ശ്രമിച്ചു. സന്ധിബന്ധങ്ങൾ തകരുന്ന വേദന. വായിൽ രക്തം ചുവച്ചപ്പോൾ അവൻ അത് പുറത്തേക്ക് തുപ്പി. കട്ട ചോര. ഈ സമയം പിന്നിൽ നിന്നും ലോറൻസ് അരുണിനെ അടിച്ചു. അവൻ തെറിച്ച് കട്ടിലേക്ക് വീണു. പ്ലൈവുഡിന്റെ കട്ടിൽ തകർന്നുപോയി. അയാൾക്ക് മീതെ ചുരുട്ടി വെച്ചിരുന്ന ബെഡ് ഉരുണ്ടു വീണു. അപ്പോൾ ഒരു കമ്പിവടിയുമായി ലാസർ അരുണിന്റെ നേരെ വന്നു. അയാൾ അത് ഉയർത്തി അടിക്കുന്നതിന് മുമ്പ് മുറിയിൽ വെള്ളം വെക്കുന്ന കൂജയെടുത്ത് നിത്യ ലാസറിന്റെ തലക്കിട്ട് അടിച്ചു. അത് ഉടഞ്ഞുപോയി. ഒരാർത്തനാദത്തോടെ ലാസർ തറയിലിരുന്നു. വേഗം വാ, രക്ഷപ്പെടണം. നിത്യയെയും പിടിച്ചുകൊണ്ട് അരുൺ ഓടി. ആ നിമിഷം ഒരു വെടി പൊട്ടി. അരുൺ നിത്യയെയും കൊണ്ട് നിലത്തേക്ക് വീണു. ജനാലിലൂടെ തൂക്കിന്റെ ബാരൽ നീണ്ടുവരുന്നത് അരുൺ കണ്ടു. അടുത്ത വെടി പൊട്ടുന്നതിന് മുമ്പ് അവൻ ഒറ്റച്ചാട്ടത്തിന് വാതിൽക്കിലെത്തി. അപ്പോൾ ലോറൻസ് തോക്കിന്റെ ബയണറ്റ് വെച്ച് അരുണിനെ കുത്തി. അവൻ പെട്ടെന്ന് തെന്നി മാറി. ലക്ഷ്യം തെറ്റിയ തോക്കിന്റെ ബയനറ്റ് ജനൽ കമ്പികൾക്കിടയിലൂടെ പുറത്തേക്ക് നീണ്ടു. തോക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ച ലോറൻസിനെ ഒരു ഈറ്റപ്പുലിയുടെ ശൗര്യത്തോടെ അരുൺ നേരിട്ടു. തോക്കിൽ നിന്ന് പിടുത്തം വിട്ട ലോറൻസ് തെറിച്ച് അടുക്കി വെച്ചിരുന്ന തേയിലപ്പെട്ടികൾക്ക് മുകളിലേക്ക് വീണു. പെട്ടികൾ ചിതറി. പിന്നാലെ ലോറൻസും. അപ്പോൾ തോക്ക് കൈക്കലാക്കി അരുൺ തോക്കിന്റെ പാത്തി കൊണ്ട് ലോറൻസിനെ ആഞ്ഞടിച്ചു. അടികൊണ്ട് അയാൾ അലർച്ചയോടെ പുളഞ്ഞു. തോക്ക് തേയിലപ്പെട്ടികൾക്കിടയിലിട്ട ശേഷം അരുൺ പുറത്തേക്ക് പാഞ്ഞു. അവൻ ഞെട്ടിപ്പോയി. നിത്യ നിന്നിടം ശൂന്യമായിരുന്നു. അവൻ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. അവൾ എവിടെ പോയി? സൈമൺ അവളെയും കൊണ്ട് സ്ഥലം വിട്ടോ? അരുൺ തിരിച്ചു മുറ്റത്തെത്തി. സൈമണിന്റെ വാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആരെയും കാണാനില്ലായിരുന്നു. നിത്യ, ഉറക്കെ വിളിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അവൻ അകത്തേക്ക് പാഞ്ഞു. ഓരോ മുറികൾ കയറിയിറങ്ങി. പെട്ടെന്ന് ബംഗ്ലാവിൽ എവിടെയോ നിന്ന് ഒരു നിലവിളി അവന്റെ കാതുകളിൽ പതിച്ചു. അത് നിത്യയുടെ ശബ്ദമാണെന്ന് ഒരു ഞെട്ടലോടെ അരുൺ തിരിച്ചറിഞ്ഞു. അരുൺ കാതോർത്തു. ബംഗ്ലാവിനുള്ളിൽ എവിടെയോ നിന്നാണ് ആ നിലവിളി ഉയർന്നതെന്ന് അവന് മനസ്സിലായി. നീണ്ട ഇടനാഴിയിലൂടെ അവൻ അകത്തേക്കോടി. ബംഗ്ലാവിനുള്ളിൽ ഇരുട്ടായിരുന്നു. അരുൺ തപ്പിത്തടഞ്ഞ് മുന്നോട്ട് പോയി. ഒടുവിൽ സ്റ്റോർ റൂമിലെത്തി. പെട്ടെന്ന് എന്തിലോ തട്ടി അരുൺ കമിഴ്ന്നടിച്ചു വീണു. ഒരു നിമിഷം അരുണിന്റെ തലച്ചോറിൽ ഒരു വെള്ളിടി വിട്ടി. നിത്യയുടെ ശവശരീരമായിരുന്നു അത്. അതിന്റെ ചൂട് നഷ്ടപ്പെട്ടിരുന്നില്ല. നിത്യേ, എന്റെ മോളെ! ഹൃദയം പൊട്ടുമാർ ഉച്ചത്തിൽ അവൻ നിലവിളിച്ചു. അരുണിന്റെ തലയിൽ പിന്നിൽ നിന്ന് ആരോ അടിച്ചു. ദിഗന്ധങ്ങൾ നടുക്കുന്ന ഒരാക്രന്ദനം ബംഗ്ലാവിൽ മുഴങ്ങി. തണുത്ത കാറ്റ് മുഖത്ത് തട്ടിയപ്പോഴാണ് അരുൺ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നത്. എവിടെയൊക്കെയോ വേദന, ശരീരം ഇടിച്ചു നുറുക്കിയതുപോലെ. അവൻ ചുറ്റും പകച്ചു നോക്കി. നടന്നതൊക്കെ മനസ്സിന്റെ തിരശീലയിൽ കൊണ്ടുവരാൻ അരുൺ ഒരു വിഫല ശ്രമം നടത്തി. അതിൽ അവൻ വിജയിച്ചു. എല്ലാം അരുണിന് ഓർമ്മ വന്നു. അരുൺ തലയിൽ തൊട്ടു നോക്കി. വല്ലാത്ത വേദന. ചോരയുണങ്ങി കട്ട പിടിച്ച മുടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. തല മരവിച്ചതുപോലെ. പക്ഷെ താൻ മരിച്ചു എന്ന് കരുതി സൈമണും ഗുണ്ടകളും ഇട്ടിട്ട് പോയതായിരിക്കുമെന്ന് അരുണിന് തോന്നി. അരുൺ തപ്പി തടഞ്ഞ് ബംഗ്ലാവിന് പുറത്തു വന്നു. കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ടായിരുന്നു പുറത്ത്. രാത്രി ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ താൻ കുറെ അധികം സമയം ബോധരഹിതനായി കിടന്നിട്ടുണ്ട്. ഡാഡിയെ എങ്ങനെയെങ്കിലും വിവരമറിയിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അവൻ ഓർത്തു. നിത്യയുടെ മുഖം അവന്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. അവൾ മരിച്ചെന്ന് വിശ്വസിക്കാൻ അരുണിനായില്ല. തന്നെ സ്നേഹിച്ചുവെന്ന കുറ്റം മാത്രമേ നിത്യ ചെയ്തുള്ളൂ. അതിന് കൊടുക്കേണ്ടി വന്ന വില സ്വന്തം ജീവനാണ്. തനിക്ക് വേണ്ടിയാണ് നിത്യ. അത് ഓർത്തപ്പോൾ നിയന്ത്രണം വിട്ട് അരുൺ പൊട്ടിക്കരഞ്ഞു. ഇല്ല, ഒറ്റയൊന്നിനെ വിടില്ല. സൈമൺ ചുളക്കട,
നിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. ശുദ്ധമായി ശ്വസിച്ചു കഴിഞ്ഞപ്പോൾ അരുണിന് അല്പം ആശ്വാസം ലഭിച്ചു. അപ്പോൾ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ആരോ മൺവെട്ടി കൊണ്ട് കിളയ്ക്കുന്നത് പോലുള്ള ശബ്ദം അരുൺ കേട്ടു. ആ ദിക്ക് ലക്ഷ്യമാക്കി അവൻ നടന്നു. ബംഗ്ലാവിന്റെ തെക്ക് ഭാഗത്ത് അരുൺ എത്തി. അവിടെ ഒരു പെട്രോൾ മാക്സ് കത്തുന്നുണ്ടായിരുന്നു. അരുൺ ഒരു മരത്തിന് മറഞ്ഞു നിന്നുകൊണ്ട് നോക്കി. രണ്ടുപേർ ചേർന്ന് ഒരു കുഴി വെട്ടുകയായിരുന്നു. സൈമന്റെ ഗുണ്ടകളായ ലോറൻസും ലാസറുമാണതെന്ന് അരുൺ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് ആ കാഴ്ച കണ്ടവൻ ഞെട്ടിപ്പോയി. അവരുടെ അടുത്ത് ഒരു ചാക്ക് കിട്ടിയിരിക്കുന്നു. ആ ചാക്കിന്റെ കീറിയ ഭാഗത്തുകൂടി നീണ്ടു നിൽക്കുന്ന കൊലുസിട്ട രണ്ട് പാദങ്ങൾ. അത് നിത്യതയുടേതായിരുന്നു. കുഴി വെട്ടിക്കഴിഞ്ഞ ശേഷം ലാസർ ചാക്കുകെട്ട് ഉരുട്ടി കുഴിയിലേക്ക് ഇട്ടു. എന്നിട്ട് ടിന്നിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു. ഒരു ശബ്ദത്തോടെ തീ ആളിക്കത്താൻ തുടങ്ങി. അരുൺ ക്ഷീണമെല്ലാം മറക്കുകയായിരുന്നു. ഒരായുധത്തിനായി ചുറ്റും പരതിയ അരുണിന്റെ കയ്യിൽ ഒരു നീണ്ട കമ്പി കഷ്ണം മുടക്കി. അവനത് കൈക്കലാക്കി. കുഴിയിൽ തീ ആളി പടരുന്നത് നോക്കി നിന്ന ലാസറിന്റെ തലയ്ക്കാണ് ആദ്യത്തെ അടിയേറ്റത്. ഒരലർച്ചയോടെ ലാസർ കത്തുന്ന തീയിലേക്ക് വീണു. അലർച്ച കേട്ട് തിരിഞ്ഞു നോക്കിയ ലോറൻസിന്റെ തലയ്ക്കും പ്രഹരമേറ്റു. അവനും തീയിലേക്ക് വീണു. ഇരുവരുടെയും നിലവിളി കേട്ട് എവിടെ നിന്നോ ഒരുത്തനും കൂടി പാഞ്ഞു വന്നു. കാലിനടിയേറ്റ് അവൻ മണ്ണിൽ മുഖം കുത്തി വീണു. അവന്റെ വലതുകാലിന്റെ അസ്ഥി പപ്പടം പോലെ തകർന്നു പോയിരുന്നു. അരുൺ അവന്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ചുയർത്തി. പറയടാ, സൈമൺ ചൂളക്കാടൻ എവിടെ? എനിക്കറിയില്ല. ഇല്ലേ? അവന്റെ മുഖമടച്ച് ഒന്നുകൂടി കൊടുത്തു. വേദന കൊണ്ട് പൊളഞ്ഞ അവൻ വീണ്ടും അരുൺ കൈ ഉയർത്തിയപ്പോൾ അരുതേ എന്ന മട്ടിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എങ്കിൽ പറ, ആ ബാസ്റ്റാർഡ് എവിടെയുണ്ട്? കൊച്ചുമുതലാളി ബംഗ്ലാവിലേക്ക് പോയി. അവൻ വിക്കി വിക്കി അത്രയും പറഞ്ഞു. അവന്റെ നെഞ്ചത്ത് ഒരു തൊഴി കൂടി കൊടുത്തിട്ട് അരുൺ പുറത്തേക്ക് പാഞ്ഞു. ബംഗ്ലാവിന്റെ മുറ്റത്ത് ഗുണ്ടകൾ വന്ന ജീപ്പ് കിടക്കുന്നത് അരുൺ കണ്ടു. അവൻ ജീപ്പിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ലൈറ്റ് ഇട്ടുകൊണ്ട് ചൂളക്കാടന്റെ ബംഗ്ലാവ് ലക്ഷ്യമാക്കി ജീപ്പ് പാഞ്ഞുപോയി. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. സൈമൺ ചൂളക്കാടൻ ബംഗ്ലാവിന്റെ സിറ്റൗട്ടിൽ ഇരുന്ന് അന്നത്തെ പത്രം വായിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ജീപ്പ് വരുന്ന ശബ്ദം കേട്ടു. ലാസർ ലോറൻസുമായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ ഇരുമ്പ് ഗേറ്റ് ഇടിച്ച് താർത്തുകൊണ്ടത് പാഞ്ഞു വന്ന് പോർച്ചിൽ ഇടിച്ചു നിന്നു. ജീപ്പിൽ കിടന്ന ജാക്കിലേറുമായി അരുൺ ചാടി ഇറങ്ങുന്നത് പകപ്പോടെ സൈമൺ കണ്ടു. തലയ്ക്കടിയേറ്റ് ഇവൻ ചത്തുപോയിരിക്കുമെന്നാണ് കരുതിയത്. ലാസറിന്റെയും ലോറൻസിന്റെയും കണ്ണ് വെട്ടിച്ച് ജീപ്പുമായി എങ്ങനെ ഇവനിവിടെ എത്തി? അതായിരുന്നു സൈമന്റെ ചിന്ത. എടാ കഴിവോടെ മോനെ, എന്റെ നിത്യ നീയൊക്കെ ചേർന്ന് ചുട്ടു തിന്നില്ലേ? തൃപ്തിയായില്ലടാ നിനക്കൊക്കെ? അരുൺ അലറുകയായിരുന്നു. സൈമൺ അറിയാതൊന്ന് ഞെട്ടി. ഇവനെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ജീവനോടെ വിടുന്നത് ആപത്താണ്. ഔട്ട് ഹൗസിൽ ശിവനും അഹമ്മദുമുണ്ട്. അവന്മാരെ എങ്ങനെയെങ്കിലും വിവരം അറിയിക്കണം. എന്താടാ കുന്തം വിഴുങ്ങിയ മാതിരി? നിന്നെ ഞാൻ ജീവനോടെ വിടില്ല. അത് പറഞ്ഞതും അരുൺ സിറ്റൗട്ടിലേക്ക് പാഞ്ഞു കയറി കമ്പിവടി വീശി. സൈമൺ അലറിക്കൊണ്ട് ഒഴിഞ്ഞു മാറി. കമ്പിവടി ഭിത്തിയിൽ തട്ടി തീപ്പൊരി ചിതറി. വീണ്ടും അരുൺ കമ്പി കൊണ്ട് ഓങ്ങിയടിച്ചു. സൈമൺ തിന്നി മാറിയെങ്കിലും വലതു കൈക്ക് അടിയേറ്റു. തലേ ദിവസത്തെ സംഘട്ടനത്തിലുണ്ടായ മുറിവ് ബാൻഡേജ് ഇട്ടിരിക്കുകയായിരുന്നു. അത് ചോരയിൽ നനഞ്ഞു കുതിർന്നു. സിറ്റൗട്ടിൽ നിന്നും സൈമന്റെ അലർച്ചയും അടിശബ്ദവും കേട്ട് കറിയ ചൂളക്കാടൻ സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വന്നു. തന്റെ മകനും മൂർത്തിയുടെ മകനും തമ്മിൽ ഗുസ്തി പിടിക്കുന്നത് അയാൾ കണ്ടു. കറിയാച്ചൻ ഔട്ട് ഹൗസിലേക്ക് നോക്കി അഹമ്മദിനെയും ശിവനെയും വിളിച്ചു. ഉറക്കച്ചടവോടെ അവർ പാഞ്ഞു വന്നു. ഡാഡി, ഇവനെ ജീവനോടെ വെച്ചേക്കരുത്. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇവന്റെ വരവ്, സൈമൺ വിളിച്ചു പറഞ്ഞു. പാഞ്ഞു വന്ന ശിവൻ പിന്നിൽ നിന്ന് അരുണിനെ തൊഴിച്ചു. ഓർക്കാപ്പുറത്തുള്ള തൊഴിയേറ്റ് അവൻ സോഫയുടെ പുറത്തേക്ക് വീണു. അപ്പോൾ കറിയ ചുള്ളക്കാടൻ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന റൈഫിളുമായി അങ്ങോട്ട് വന്നു. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് നീ ഷോ കാണിക്കുന്നു? കോപം കൊണ്ട് വിറച്ച കറിയാച്ചൻ തൂക്കിന്റെ കാഞ്ചി വലിച്ചു. വെടിപൊട്ടിയ നിമിഷം അരുൺ സോഫയ്ക്ക് പിന്നിലേക്ക് വീണു. ലക്ഷ്യം തെറ്റിയ ബുള്ളറ്റ് ജനൽ ഗ്ലാസ് തകർത്തു കളഞ്ഞു. വെടിശബ്ദവും അലർച്ചയും കേട്ടാണ് അച്ചാമ്മയും ലിസിയും താഴേക്ക് വന്നത്. ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന അരുണിനെ കണ്ട് ലിസി ഞെട്ടി. അരുണിന്റെ കയ്യിലുള്ള കമ്പിവടി ശിവന്റെ കയ്യിലായിരുന്നു. അപ്പോൾ അവൻ അരുണിനെ ആഞ്ഞടിച്ചു. എന്നാൽ അടി വരുന്നതിന് മുമ്പ് ശിവന്റെ നാഭിക്ക് അരുൺ ആഞ്ഞൊരു തൊഴി കൊടുത്തു. ശിവൻ ലക്ഷ്യം തെറ്റി വീണുപോയി. തോക്കിന്റെ പാത്തി കൊണ്ട് അരുണിനെ അടിക്കാൻ പാഞ്ഞു വന്ന കറിയാച്ചന്റെ തോളിലാണ് കിൻഡൽ കണക്കിനുള്ള അടി വീണത്. അയ്യോ! ഒരലർച്ചയോടെ കറിയാച്ചൻ നിലത്തിരുന്നു. സൈമണിനെ അടിക്കാൻ തുടങ്ങുകയായിരുന്ന അരുണിന്റെ തലയ്ക്ക് തോക്കിന്റെ പാത്തി കൊണ്ട് അഹമ്മദ് അടിച്ചു. തലേന്നുണ്ടായ മുറിവിലൂടെ രക്തം ചീറ്റി. നേരിയ ഞരക്കത്തോടെ അരുൺ തറയിലേക്ക് വീണു. അതുകൊണ്ട് റോസ്മേരി നിലവിളിച്ചു, കേറി പോടി അകത്ത്,
ചൂളക്കാടൻ ഭാര്യയോടും മകളോടും പറഞ്ഞു. ചത്തോടാ? കറിയാച്ചൻ ഗുണ്ടകളോട് തിരക്കി. ഇല്ല മുതലാളി. ഇവൻ ഇനി സൂര്യോദയം കാണരുത്, കൊണ്ടുപോയിക്കോ. ലിസി ജോബിന് ഫോൺ ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ആരോ അത് കട്ട് ചെയ്തു. ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അവൾ കണ്ടത് കണ്ണിൽ അഗ്നിയുമായി നിൽക്കുന്ന സൈമണെയാണ്. പട്ടിച്ചി, നീ ആരെയടി വിവരം അറിയിക്കാൻ പോകുന്നത്? കൊന്നുകളയും ഞാൻ. സൈമണിന്റെ കൈ അവളുടെ കവിളത്ത് പതിച്ചു. ലിസി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വീണു. വൈകുന്നേരത്തോടെയാണ് കറിയ ചൂളക്കാടൻ ആനറാഞ്ചിയിലെത്തിയത്. സൈമണും ഗുണ്ടകളും അവിടെ ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി അരുണിന്റെ അടിയേറ്റ ലാസറും ലോറൻസും വെച്ചുകെട്ടുമായി മുതലാളിയുടെ മുന്നിലെത്തി. ലാസറിന്റെ കാലും കൈയും പൊള്ളിയിരുന്നു. നാണമില്ലല്ലോടാ നിനക്കൊക്കെ, ഒരു പീറ ചെറുക്കന്റെ തല്ല് മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. മുതലാളി, അത് കൂടുതൽ ഒന്നും വിളമ്പണ്ട. എന്തിയെ അതെന്റിയുടെ മോൻ? ഞങ്ങൾ ശരിക്കൊന്ന് പെരുമാറി, ചത്തെന്ന തോന്നുന്നത്, ലോറൻസ് പറഞ്ഞു. ശവം ചീങ്കണ്ണിപ്പാറയിൽ കൊണ്ടുപോയി തട്ട്. ഇനി അവൻ ജീവിച്ചിരിക്കരുത്. ഗുണ്ടകൾ തലകുലുക്കി. ഗുണ്ടകളുടെ അടിയും തൊഴിയുമേറ്റ് ഒരു പഴന്തൊടി കഷ്ണം പോലെ മുറിയുടെ മൂലയിൽ കിടക്കുകയായിരുന്നു അരുൺ. വെള്ളം, വെള്ളം. അസ്പഷ്ടമായ ഭാഷയിൽ അവൻ പെറുപെറുത്തു. ലാസറേ, അവന് വെള്ളം കൊടുക്ക്. നല്ല വാറ്റുചാരായമായാലോ കൊച്ചു മുതലാളി. അതും പറഞ്ഞ് ശിവൻ വാറ്റുചാരായ കുപ്പിയുടെ അടപ്പ് തുറന്ന് അവന്റെ വായിലേക്ക് കമത്തി. എന്നെ കൊല്ലരുത്, അരുൺ പുലമ്പി. ഇല്ല, നിന്നെ മാമോദീസ മുക്കി ഞങ്ങളുടെ മതത്തിൽ ചേർക്കാൻ പോവുക. ലാസറെ, നീ തന്നെ ആ കർമ്മം ചെയ്തോ. ലാസറിന്റെ കയ്യിലിരുന്ന കയറിന്റെ കഷ്ണം അരുണിന്റെ കഴുത്തിൽ അമർന്നു. അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു. നാവ് നീണ്ട് കൈകാലുകൾ വിറച്ചു. പിന്നെ ആ ശരീരം നിശ്ചലമായി. നന്നായി ഇരുട്ടിയ ശേഷം മതി കൊക്കയിൽ കൊണ്ടു തട്ടാൻ, സൈമൺ പറഞ്ഞു. ഇനി അവന്റെ തന്ത പിന്നെ ഓരോരുത്തരായി ഇവിടെ എത്തും. എല്ലാറ്റിനെയും മകന്റെ പിന്നാലെ വിടണം. മകന് സുഖമാണോ എന്ന് പോയി തിരക്കട്ടെ. സൈമന്റെ ഫലിതം കേട്ട് ഗുണ്ടകൾ അത് ആസ്വദിച്ച മട്ടിൽ പൊട്ടിച്ചിരിച്ചു. കറിയ ചൂളക്കാടൻ തന്റെ കാറിൽ കയറി. കൂടെ സൈമണും. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? കാർ നീങ്ങുമ്പോൾ സൈമൺ ചോദിച്ചു. ഉവ്വ്, ലാസർ വിളിച്ചു പറഞ്ഞു. ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് കാർ രാത്രിയുടെ നെഞ്ചിലൂടെ പാഞ്ഞുപോയി. അരുണിനെ ചേട്ടനും ഡാഡിയും ചേർന്ന് എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കൊണ്ടുപോയി കൊന്നു കാണും. എങ്ങനെയെങ്കിലും ജോബിന് വിവരം അറിയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. മമ്മിയുടെ കണ്ണുവെട്ടിച്ച് ലിസി ഫോൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് വിഫലമായതേ ഉള്ളൂ. അരുൺ എന്തിനായിരിക്കും ചേട്ടനെ തേടി ഇവിടെ വന്നത്? പെട്ടെന്ന് അവൻ പറഞ്ഞ കാര്യം ലിസി ഓർത്തു. നിങ്ങൾക്ക് ചേർന്ന് എന്റെ നിത്യയെ ചുട്ടു തിന്നില്ലേ എന്ന്. പെട്ടെന്ന് അവൾ ഞെട്ടി. അപ്പോ നിത്യയെ എല്ലാവരും ചേർന്ന്? ദൈവമേ, അവൾക്കത് ഓർക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഡാഡി ഉൾപ്പെടെയുള്ള രാക്ഷസന്മാരുടെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണമെന്ന് ലിസിക്ക് തോന്നി. പക്ഷെ മമ്മിയെ ഓർക്കുമ്പോ അവളെ കണ്ണു നിറഞ്ഞു. സന്ധ്യ മയങ്ങിട്ടും അരുണിനെ കാണാതെ വേപതു പൂണ്ട മനസ്സുമായി ഡോക്ടർ മൂർത്തി രണ്ടു ചാൽ നടന്നു. ആ ചൂളക്കാടന്മാർ എന്തെങ്കിലും കാണിച്ചോന്ന എന്റെ പേടി, ഡോക്ടറുടെ ഭാര്യ ലക്ഷ്മി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, അരുൺ ചൂളക്കാടന്റെ എസ്റ്റേറ്റിലേക്ക് തന്നെയാണോ പോയത്? മൂർത്തി ആശയോട് തിരക്കി. അതെ ഡാഡി, രാജേഷ് വിളിച്ചു പറഞ്ഞത് എന്നോടാണ്. നിത്യയെ സൈമൺ ചൂളക്കാടനും ഗുണ്ടകളും വാനിൽ കയറ്റിക്കൊണ്ടു പോയെന്ന് ചേട്ടൻ വന്നപ്പോഴേ ഞാൻ പറയുകയും ചെയ്തു. നിത്യയും അരുണും തമ്മിലുള്ള ബന്ധം മൂർത്തിക്കും ഭാര്യയ്ക്കും അറിയാമായിരുന്നു. അവർ മനസ്സുകൊണ്ട് ആ ബന്ധത്തെ ആശീർവദിച്ചതുമാണ്. എന്റെ മോൻ എന്തോ പറ്റിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കാത്തില്ലേ? ലക്ഷ്മി വിതുമ്പി. നീ കരഞ്ഞതുകൊണ്ട് പ്രയോജനമുണ്ടോ? നമുക്ക് വഴിയുണ്ടാക്കാം. മൂർത്തി ഉടൻ തന്നെ കാറിൽ കയറി. മോളെ, ഞാൻ DSP ഹരിശങ്കറെ കണ്ടിട്ട് വരാം. മൂർത്തി കാർ സ്റ്റാർട്ട് ചെയ്തു. മൂർത്തി എത്തുമ്പോ ചില ഫയലുകൾ നോക്കുകയായിരുന്നു DSP ശങ്കർ. ഒരിക്കൽ തമ്മിൽ കണ്ടുമുട്ടിയ പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് ഹരിശങ്കർ ഡോക്ടറെ തിരിച്ചറിഞ്ഞു. എന്താ ഡോക്ടർ പതിവില്ലാതെ ഇതുവഴി? ഡോക്ടർ കിരിക്കാൻ കസേര വലിച്ചിട്ടുകൊണ്ട് ഹരിശങ്കർ ചോദിച്ചു. ഇൻസ്പെക്ടർ, എന്റെ മകനെ കാണാനില്ല. മുഖവരിയൊന്നും കൂടാതെ മൂർത്തി പറഞ്ഞു. കാണാനില്ലെന്നോ? ഇന്നു മുതൽ? ഇന്നലെ മുതൽ. അതിനുശേഷം മൂർത്തി നടന്നതൊക്കെ വിശദീകരിച്ചു. അപ്പോ ചൂളക്കാടന്മാരുടെ എസ്റ്റേറ്റിൽ പോയ അരുൺ ഇതുവരെ മടങ്ങി വന്നില്ല അല്ലേ? അതെ ഡോക്ടർ. താങ്കളോടും മകനോടും ചൂളക്കാടിന് വിരോധമുണ്ടാകാൻ പ്രത്യേകിച്ച് എന്താ കാരണം? നിങ്ങൾ ഒരിക്കൽ സുഹൃത്തുക്കളായിരുന്നല്ലോ. മേശപ്പുറത്തിരുന്ന് പേപ്പർ വെയിറ്റ് കറക്കിക്കൊണ്ട് ഹരിശങ്കർ ചോദിച്ചു. അതൊക്കെ ഒരു കഥയാണ് സർ, ഞാനത് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന എനിക്കും കുടുംബത്തിനും വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നതും താമസിക്കാൻ ഒരു വീട് നൽകിയതും കറിയ ചൂളക്കാടനാണ്. ഞങ്ങൾ ഒരു കുടുംബം പോലെയായിരുന്നു. ചാളക്കാടന്റെ മൂത്ത മകൾ
അസുഖം വന്നപ്പോ എന്റെ ക്ലിനിക്കിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ രോഗം മൂർച്ഛിച്ച് ആ കുട്ടി മരിച്ചു. എന്റെ അശ്രദ്ധയാണ് സെലിൻ മരിക്കാൻ കാരണമെന്ന് പറഞ്ഞു. അന്നു മുതൽ ഞങ്ങൾ ശത്രുതയിലായി. ഇതാണ് നടന്നിട്ടുള്ളത്. ഓഹോ, അപ്പോ അതിനു പകരമായിട്ടാണോ നിങ്ങളുടെ മകൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതും മറ്റും? ആവാ ഇൻസ്പെക്ടർ. പക്ഷേ ചൂളക്കാടന്റെ കഞ്ചാവ് തോട്ടത്തെക്കുറിച്ച് ഫോറസ്റ്റ് ഡിസൂസയ്ക്ക് വിവരം നൽകിയത് ഞാനാണെന്ന് അവൻ മണത്തറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രതികാരം കൂടിയാണിത്. ചൂളക്കാടന്മാരെ ഞാൻ നോട്ടമിട്ടതാണ്. അന്ന് നിങ്ങളുടെ മകനുമായി കടൽ തീരത്ത് വെച്ച് തല്ലുകൂടിയത് ഞാൻ മറന്നിട്ടില്ല. അന്ന് എന്നെ വെല്ലുവിളിച്ചിട്ട് അവൻ പുല്ലുപോലെ ഇറങ്ങിപ്പോയി. ഇനി എന്റെ കയ്യിൽ കിട്ടിയ വേണ്ടത് ഞാൻ ചെയ്തോളാം. താങ്കളുടെ മകനെ ഞാൻ കണ്ടെത്തും. പോയിക്കോളൂ. ക്യാപ്പ് എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഹരിശങ്കർ എണീറ്റു. വരട്ടെ ഇൻസ്പെക്ടർ. കൈകൂപ്പിക്കൊണ്ട് മൂർത്തി എണീറ്റ് യാത്ര പറഞ്ഞു. സമയം ഉച്ചിനെ പോലെ ഇഴഞ്ഞു. തന്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തയ്യാറായി ഹരിശങ്കർ ഇറങ്ങി. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. അദ്ദേഹം ഫോൺ എടുത്തു. എസ് ഐ ജവോദയായിരുന്നു മറുതലക്കിൽ. സർ, സംശയാസ്പദമായ രീതിയിൽ ഒരു മാരുതി ഓമ്നി വാൻ നാഷണൽ ഹൈവേയിലൂടെ തെക്കോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ കൈ കാണിച്ചിട്ട് നിർത്തിയില്ല. ചൂളക്കാടന്മാരുടെ വണ്ടിയാണോ എന്ന് സംശയമുണ്ട്. നമ്പർ വ്യക്തമല്ല. ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല സർ. ഉടൻ തന്നെ ഹരിശങ്കർ ജീപ്പിൽ NH-ലേക്ക് പാഞ്ഞു. ജാദേവ് പറഞ്ഞ സമയം കണക്കാക്കി അദ്ദേഹം ഒരു ലിങ്ക് റോഡിലൂടെ നാഷണൽ ഹൈവേയിലെത്തി. വാൻ താൻ നിൽക്കുന്ന സ്പോട്ടിലെത്താൻ 10 മിനിറ്റ് പിടിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയി. ദൂരെ ഒരു വാഹനത്തിന്റെ ലൈറ്റുകൾ തീക്കണ്ണു പോലെ ഹരിശങ്കർ കണ്ടു. അതടുത്തു വന്നു. ജാദേവ് പറഞ്ഞ പോലെ അടയാളമുണ്ടായിരുന്ന വാനായിരുന്നു അത്. സ്റ്റോപ്പ്. റോഡിന് നടുവിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് DSP പറഞ്ഞു. പക്ഷെ വാൻ സ്പീഡ് കുറച്ചില്ല. അതൊരു ഇരുമ്പലോടെ പാഞ്ഞു വന്നു. പൊടുന്നനവേ ഹരിശങ്കർ വെട്ടിമാറി. എന്നിട്ട് റിവോൾവർ എടുത്ത് വെടിവെച്ചു. തുടരെ തുടരെ വെടിപൊട്ടി. വാനിന്റെ ബാക്ക് വീലുകൾ പഞ്ചറായി. മുമ്പോട്ട് പാഞ്ഞ വാൻ ഒരു മണൽത്തിട്ടയിൽ ഇടിച്ച് വലതുവശം ചരിഞ്ഞു നിന്നു. നീട്ടിയ റിവോൾവറുമായി ഹരിശങ്കർ പാഞ്ഞു ചെന്നു. വാനിനുള്ളിൽ ലൈറ്റ് ഇല്ലായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങി വാടാ, DSP അലറി. രക്ഷപ്പെടാൻ ഒരു പഴുതു തേടുകയായിരുന്ന ലാസറും ലോറൻസും അത് കേട്ട് നടുങ്ങി. അവൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി. എന്താടാ നിങ്ങളുടെ പേര്? ലാസർ, ലോറൻസ്, ഇരുവരും വിറച്ചുകൊണ്ട് പറഞ്ഞു. ചൂളക്കാടന്മാരുടെ അല്ലേ ഈ വണ്ടി? അതെ സർ. എന്താടാ ഇതിൽ? ഒന്നുമില്ല സർ. പിന്നെ നിർത്താതെ പാഞ്ഞതോ? ടിക്ക് തുറക്കടാ കൊഴുവേറികളെ. അത് കേട്ടതും ഇരുവരും നടുങ്ങി. എന്താടാ ചെവി കേൾക്കില്ലേ? അദ്ദേഹം തോക്കിന്റെ ബാറ് ചലിപ്പിച്ചു. ലാസർ ഡിക്കിയുടെ പൂട്ട് തുറന്നു. ഉയർത്ത്, ഹരിശങ്കർ പറഞ്ഞ നിമിഷം ലോറൻസ് പ്രവർത്തിച്ചു. ഒറ്റ തട്ടിന് തോക്ക് തെറിച്ചുപോയി. ഹരിശങ്കർ ആ ആക്രമണം പ്രതീക്ഷിക്കാത്തതായിരുന്നു. ലോറൻസും ലാസറും സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് ചാടി രക്ഷപ്പെട്ടു. ഹരിശങ്കർ തെറിച്ചു പോയ തോക്ക് തപ്പിയെടുത്തു കൊണ്ടുവരുമ്പോഴേക്കും അവിടെ പൊടി പോലും ഇല്ലായിരുന്നു. വളരെ വേഗം ഹരിശങ്കർ വാനിന്റെ ടിക്കി ഉയർത്തി. അദ്ദേഹത്തിന്റെ തലച്ചോറിൽ ഒരു വിദ്യുത് പ്രവാഹമുണ്ടായി. ഒടിഞ്ഞു മടങ്ങിയ ഒരു ശവം. പോക്കറ്റിൽ നിന്നും പെൻ ടോർച്ച് എടുത്ത് ഹരിശങ്കർ തെളിച്ചു. അദ്ദേഹം ഞെട്ടി പിന്നോട്ട് മാറി. അത് ഡോക്ടർ മൂർത്തിയുടെ മകൻ അരുണിന്റെ വികൃതമായ ശവമായിരുന്നു. കുറച്ചു സമയത്തേക്ക് എന്ത് ചെയ്യണമെന്നൊരു ഊഹവും DSP ഹരിശങ്കറിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വാനിന്റെ ഡിക്കി താഴ്ത്തി വെച്ച് ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നിടത്തേക്ക് ചെന്നു. ജീപ്പിൽ കയറി വയർലെസ് മുഖേന സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചു. അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ആംബുലൻസ് അയക്കാനും പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ 4 പോലീസുകാരും സബ് ഇൻസ്പെക്ടർ ജാവേദും സംഭവ സ്ഥലത്തെത്തി. താങ്കളുടെ അനുമാനം തെറ്റിയില്ല. ഹരിശങ്കർ ജാവേദിനെ അഭിനന്ദിച്ചു. ഒരു പോലീസുകാരൻ ജീപ്പിന്റെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തിൽ FIR തയ്യാറാക്കാൻ തുടങ്ങി. ശവത്തിൽ മുഴുവൻ പരുക്കുകളായിരുന്നു. കണ്ണു തുറിച്ച് നാവ് കടിച്ച് ഭീമത്സമായ രൂപം. കഴുത്തിൽ എന്തോ വരിഞ്ഞു മുറുക്കിയാണ് കൊല നടത്തിയിരിക്കുന്നതെന്ന് ഹരിശങ്കറിന് തോന്നി. കയറുരഞ്ഞ പാടുണ്ട്. ശവശരീരം വിശദമായി പരിശോധിച്ചുകൊണ്ട് ജാവേദ് പറഞ്ഞു. ഡോക്ടർ മൂർത്തിയെ വിവരം അറിയിക്കണം. ആംബുലൻസ് വന്ന ജാവേദും അതിനൊപ്പം പോകണം. ഞാൻ ഡോക്ടറുടെ വീട് വരെ പോകുന്നു. വിവരമറിയിക്കാതെ പറ്റില്ലല്ലോ. ചൂളക്കാടന്മാരെ വെറുതെ വിടില്ല. ഈ വാനിന് 2 പോലീസുകാർ കാവൽ നിൽക്കട്ടെ. അപ്പോൾ ആംബുലൻസിന്റെ പ്രകാശം വളവ് തിരിഞ്ഞു വരുന്നത് അവർ കണ്ടു. SI ജാവേദും 2 പോലീസുകാരും ആംബുലൻസിനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോയി. 2 പോലീസുകാർ വാനിന് കാവൽ നിന്നു. ആര് വന്നാലും വണ്ടി വിട്ടുകൊടുത്തേക്കരുത്. ജീപ്പിൽ കയറുന്നതിനിടയിൽ ഹരിശങ്കർ പോലീസുകാരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. എങ്ങനെയാണ് അരുൺ മരിച്ച വിവരം ഡോക്ടർ മൂർത്തിയെ അറിയിക്കുക എന്ന ചിന്തയായിരുന്നു
തനിച്ച് ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്ന ഹരിശങ്കറെ ഭരിച്ചിരുന്നത് ഏക മകന്റെ അപമൃത്യു എങ്ങനെയായിരിക്കും ആ മാതാപിതാക്കളെ ബാധിക്കുക എന്നത് ഹരിശങ്കറിന് മുൻകൂട്ടി കാണാനായില്ല. ഡോക്ടറുടെ വീട്ടിൽ ആരും ഉറങ്ങിയിട്ടില്ലെന്ന് ദൂരത്ത് നിന്ന് ഹരിശങ്കറിന് മനസ്സിലായി. അദ്ദേഹം ജീപ്പ് ഗേറ്റിൽ നിർത്തി ഇറങ്ങി. വാഹനത്തിന്റെ ശബ്ദം കേട്ട് ഡോക്ടർ മൂർത്തിയും ഭാര്യയും മകളും സിറ്റ് ഔട്ടിലേക്ക് വന്നു. ഇൻസ്പെക്ടറെ കണ്ട് അവർ പ്രതീക്ഷയോടെ നോക്കി. എവിടെ എന്റെ മോൻ? മൂർത്തി തിരക്കി. 1-2 നിമിഷം ഹരിശങ്കർ നിശബ്ദനായിരുന്നു. പിന്നീട് അവർക്കിടയിൽ തളം കെട്ടി നിന്ന മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് പറഞ്ഞു, ഡോക്ടർ, ഞാൻ ദുഃഖകരമായ ഒരു വാർത്തയുമായിട്ടാണ് വന്നത്. അരുൺ മരിച്ചു. എന്റെ മോനെ! ഒരലർച്ചയോടെ പിന്നോട്ട് ചാഞ്ഞ ലക്ഷ്മിയെ ആശയ്ക്ക് താങ്ങാനായില്ല. ഇടിവെട്ടിയതുപോലെ ഡോക്ടർ മൂർത്തി തരിച്ചു നിന്നു. ആ കണ്ണുകൾ സജലങ്ങളാകുന്നത് കാണാത്ത മട്ടിൽ ഹരിശങ്കർ മുഖം തിരിച്ചു കളഞ്ഞു. ലാസറും ലോറൻസും ഇതിനിടയിൽ ചൂളക്കാടന്റെ ബംഗ്ലാവിൽ എത്തിയിരുന്നു. എന്തുപറ്റി? അവരുടെ പരിഭ്രമം കണ്ടുകൊണ്ട് സൈമൺ അമ്പരന്നു. കൊച്ചുമുതലാളി ചതിച്ചു. ആ DSP ഹരിശങ്കർ വാൻ തടഞ്ഞു. ഞങ്ങൾ രക്ഷപ്പെട്ടു. അവർ സംഭവം വിവരിച്ചു. ഇനി എന്തു ചെയ്യും? സൈമണ് ഉത്തരം നൽകാനായില്ല. വാന് പോലീസ് കാവൽ കാണും. പക്ഷെ നമ്മൾ അത് കണക്കാക്കരുത്. അത് തട്ടിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ അകത്തു പോകുന്നത് നിങ്ങളായിരിക്കും. മാത്രമല്ല, അരുണിന്റെ ശവം മോർച്ചറിയിൽ നിന്ന് പൊക്കണം. പോലീസിന് അത് വിട്ടുകൊടുക്കരുത്. നേരം വെളുക്കുന്നതിന് മുമ്പ് വാൻ ഇവിടെ എത്തിയിരിക്കണം. ശവം കത്തിച്ചു കളഞ്ഞാൽ മതി. ഏതായാലും നിങ്ങൾ അകത്തോട്ട് വാ. അല്പം ധൈര്യം കുടിക്കാൻ തരാം. സൈമൺ ചൂളക്കാടൻ അവരെ തന്റെ മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. വീണുകിടന്ന പോലീസുകാരെ മാറ്റിയിട്ടുകൊണ്ട് ലാസർ പറഞ്ഞു, അഹമ്മദ് വാൻ ബംഗ്ലാവിലെത്തിക്ക്. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാം. അതും പറഞ്ഞ് ലോറൻസ് ജീപ്പ് ഇട്ടിരുന്നിടത്തേക്ക് ചെന്നു. പിന്നാലെ ലാസറും. അഹമ്മദ് വാൻ മുമ്പോട്ടെടുത്ത് കഴിഞ്ഞിരുന്നു. മോർച്ചറിയുടെ വാച്ചർ അല്പം ഫിറ്റിലായിരുന്നു. ആ പണിക്ക് നിൽക്കണമെങ്കിൽ അല്പം അകത്താക്കാതെ പറ്റില്ലെന്ന അയാളുടെ വാദത്തെ ആരും തള്ളിക്കളഞ്ഞിരുന്നില്ല. ഹോസ്പിറ്റലിന്റെ പ്രധാന വാതിൽക്കൽ എപ്പോഴും തിരക്കായിരുന്നു. 1-2 നൈറ്റ് കട അവിടെ തുറന്നിരിപ്പുണ്ടായിരുന്നു. അത്യാഹിത വിഭാഗത്തിന്റെ മുമ്പിൽ എവിടെയോ വണ്ടി അപകടം ഉണ്ടായി പരുക്ക് പറ്റിയവരെ കൊണ്ട് ഒരു ജീപ്പ് വന്നു നിന്നു. ഒരു കഞ്ചാവ് ബീഡി വലിച്ചുകൊണ്ട് വാച്ചർ മതിലിനരികിൽ നിന്നു. ദൂരെ അത്യാഹിത വാർഡിലെ തിരക്ക് അയാൾക്ക് കാണാമായിരുന്നു. അതിൽ കുറെ എണ്ണം നാളെ ഇതിനകത്ത് കയറാനുള്ളതാണെന്ന് അയാൾ മനസ്സിൽ പറഞ്ഞു. ഗേറ്റിന് മുമ്പിലൂടെ പോയ ജീപ്പ് പടർന്നു പന്തലിച്ച ഒരു മരത്തിന്റെ നിഴലിൽ നിർത്തി. അതിൽ നിന്നും ലോറൻസും ലാസറും ഇറങ്ങി. വാച്ചർ മതിലിനകത്ത് നിന്ന് പുകയ്ക്കുന്നുണ്ട്, ലാസർ പറഞ്ഞു. ചുറ്റുപാട് ശ്രദ്ധിച്ച ശേഷം ലോറൻസ് മതിലിൽ പിടിച്ചു കയറി. ലാസർ താഴെ നിന്നു. DSP ഹരിശങ്കർ ബാത്റൂമിലായിരുന്നു. അപ്പോൾ ഫോൺ ശബ്ദിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രിയംവതയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. ചേട്ടനാണ്, അവൾ വിളിച്ചു പറഞ്ഞു. ടർക്കി എടുത്തു കൊണ്ടുവന്ന് ഹരിശങ്കർ റിസീവർ വാങ്ങി. മറുതലക്കിൽ നിന്നും വന്ന വാർത്ത അദ്ദേഹത്തെ ഞെട്ടിച്ചു കളഞ്ഞു. മോർച്ചറിയിൽ നിന്നും അരുണിന്റെ ശവം അപ്രത്യക്ഷമായിരിക്കുന്നു. വാച്ചറുടെ തലയ്ക്ക് മാരകമായ പരിക്കേൽപ്പിച്ച ശേഷമാണ് അക്രമികൾ രക്ഷപ്പെട്ടത്. ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ രാമചന്ദ്രനായിരുന്നു വിളിച്ചത്. റിസീവർ വെച്ചതും വീണ്ടും ഫോൺ കരഞ്ഞു. ഇപ്രാവശ്യം ലൈനിൽ SI ജാവേദ് ആയിരുന്നു. സർ, കസ്റ്റഡിയിലുണ്ടായിരുന്ന വാൻ തട്ടിക്കൊണ്ടുപോയി. കോൺസ്റ്റബിൾസ് പരിക്കുകളോടെ ആശുപത്രിയിലാണ്. റിസീവറും പിടിച്ച് അല്പസമയം ഹരിശങ്കർ അന്തിച്ചു നിന്നു. ചൂളക്കാടന്മാർ തന്നെ കടത്തി വെട്ടിക്കളഞ്ഞു. താൻ മനസ്സിൽ കണ്ടപ്പോഴേക്കും അവന്മാർ മാനത്ത് കണ്ടു. ധൃതിയിൽ കുളിച്ച് യൂണിഫോം ധരിച്ച് ഹരിശങ്കർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി.
അവിടെ മകൻ ഒരു നോക്ക് കാണാനായി പറന്നെത്തിയ ഡോക്ടർ മൂർത്തി ഉണ്ടായിരുന്നു. ഹരിശങ്കറിനെ കണ്ടതും അദ്ദേഹം പൊട്ടിത്തെറിച്ചു. എന്റെ മോനെ ജീവനോടെ കണ്ടുപിടിച്ചു തരാൻ താങ്കൾക്കായില്ല. ഇപ്പൊ അവന്റെ ശവവും. ദുഃഖം കൊണ്ട് അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങി. അതിന് പ്രതികരിക്കാൻ ഇൻസ്പെക്ടർക്ക് കഴിഞ്ഞില്ല. എന്താണ് ഉണ്ടായത്? ഹരിശങ്കർ ഡോക്ടറോട് തിരക്കി. നളിനിയാണ് എന്നോട് വിവരം പറഞ്ഞത്. അവനെ ഒന്ന് വിളിക്കാമോ? പിന്നെന്താ? ഡോക്ടർ അറ്റൻഡറെ പറഞ്ഞു വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ നളിനി വന്നു. ഹരിശങ്കർ നളിനിയോട് വിവരം തിരക്കി. അവള് രാത്രി കണ്ട കാര്യം അതേപടി വിവരിച്ചു. അപ്പോ അതൊരു ജീപ്പായിരുന്നല്ലേ? അതെ സർ. നളിനി എങ്ങനെയാണ് അത് കണ്ടത്? ഞാൻ മോർച്ചറിക്ക് എതിർവശത്തുള്ള കെട്ടിടത്തിൽ ഒരു രോഗിക്ക് ഡ്രിപ്പ് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് കണ്ടത്. നളിനി പോയിക്കോളൂ. അവൾ പറഞ്ഞത് സത്യമാണെന്ന് ഹരിശങ്കറിന് മനസ്സിലായി. എന്റെ തൊപ്പി തെറിച്ചാലും ഘാതകരെ ഞാൻ അകത്താക്കും. ആ, താങ്കൾ സൂക്ഷിക്കണം. ഇതിനൊക്കെ പിന്നിൽ അവന്മാരാണ്, ചൂളക്കാടന്മാർ. അത്രമാത്രം പറയാനേ അദ്ദേഹത്തിനാകുമായിരുന്നുള്ളൂ. ഇനി വാക്കിലല്ല, പ്രവൃത്തിയിലാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ഡാഡി, എന്തൊക്കെ വന്നാലും കുറ്റവാളികളെ പിടിച്ച് അകത്തിടുമെന്ന വാശിയിലാണ് DSP ഹരിശങ്കർ. ഡാഡി വിചാരിച്ച അവന് കാസർകോട്ടേക്ക് ട്രാൻസ്ഫർ ശരിയാക്കി കൊടുത്തൂടെ? അവൻ നമുക്കൊരു ഭീഷണിയാണ്. ഭരണപക്ഷത്തിലെ മന്ത്രിമാരും പിന്നെ ഗോവിന്ദൻ കാട്ടുനിലം MLA ഒക്കെ ഡാഡിയുടെ സ്വന്തം അല്ലേ? കറിയ ചൂളക്കാടനോട് സൈമൺ ചോദിച്ചു. കറിയ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ മകനോട് പറഞ്ഞു, എന്തിനാടാ മന്ത്രിയും MLA യും? ഞാൻ വേറൊരു വഴി കണ്ടിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിസൂസിയെയും വെറുതെ വിടരുത്. നമ്മൾ അവന്റെ കാര്യം മറന്നെന്നാ കരുതിയിരിക്കുന്നത്. 2 ദിവസം കൂടി കഴിഞ്ഞ ജീവപര്യന്തം കഴിഞ്ഞ് വാളാടി മാത്തൻ ഇറങ്ങും. അവനെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരണം. പിന്നെ മാത്ത നോക്കിക്കോളും. മാത്തന് കുറച്ച് ശിങ്കിടികളുണ്ട്. അവന്മാര് നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. മാത്തൻ ഇറങ്ങിക്കഴിഞ്ഞാ അവരെയും നമുക്ക് വിളിക്കാം. കറിയാച്ചൻ ഒരു ഫോറിൻ സിഗരറ്റ് കത്തിച്ച് വായിൽ വെച്ചു. എങ്കിൽ ട്രാൻസ്ഫറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അവനൊരു പാഠം പഠിപ്പിക്കണം, സൈമൺ പകയോടെ പറഞ്ഞു. അന്ന് അല്പം നേരത്തെ DSP ഹരിശങ്കർ ക്വാർട്ടേഴ്സിലെത്തി. പ്രിയമത അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിട്ടെന്ന വണ്ണം കാത്തു നിൽപ്പുണ്ടായിരുന്നു. മോളെവിടെ? ഉറങ്ങി. ഹരിശങ്കർ യൂണിഫോം മാറ്റി ഒരു ലുങ്കി എടുത്ത് സെറ്റിയിൽ വന്നിരുന്നു. പതിവുള്ള ചൂട് ചായയുമായി പ്രിയമത കടന്നു വന്നു. ചേട്ടാ, ഒരു കത്തുണ്ട്. ടീപ്പോയിലിരുന്ന ഫ്ലവറേഴ്സിനടിയിൽ നിന്നും ഒട്ടിച്ച ഒരു കവർ പ്രിയമത എടുത്തു കൊടുത്തു. ഇതാരുടെയാ? എനിക്കറിയില്ല. ഒരു പയ്യൻ സാറ് വരുമ്പോ കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നിട്ട് പോയി. ഞാൻ പൊട്ടിച്ചില്ല, പ്രിയമത പറഞ്ഞു. ഹരിശങ്കർ കവർ പൊളിച്ച് കത്തെടുത്ത് മിഴികൾ നട്ടു. ഇൻസ്പെക്ടർ ഹരിശങ്കർ, ഇപ്പോഴത്തെ കേസ് അന്വേഷണത്തിൽ നിന്നും തൽക്കാലം പിന്തിരിയുന്നതാണ് നല്ലത്. ചൂളക്കാടൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. വാളാടി മാത്തൻ. 2 ആവർത്തി കത്ത് വായിച്ച ശേഷം അത് കുനുവിനെ കീറി വേസ്റ്റ് ബോക്സിലിട്ടു. എന്തായിരുന്നു കത്തിൽ? ഏയ്, ഒന്നുമില്ല. പ്രിയമത ഭയപ്പെടേണ്ടെന്ന് കരുതി ഹരിശങ്കർ യാഥാർത്ഥ്യം മറച്ചു പിടിച്ചു. അന്ന് കിടന്നിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാനായില്ല. ജയിലിൽ നിന്നിറങ്ങിയ വാളാടി മാത്തൻ ചൂളക്കാടന്റെ കൂടെയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. പട്ടാപ്പകൽ 4 പേരെ വെട്ടിക്കൊന്നവനാണ് മാത്തൻ. അതിൽ ഒരു സബ് ഇൻസ്പെക്ടറും പെടും. എന്നിട്ടും ജീവപര്യന്തമേ കിട്ടിയുള്ളൂ. കുറെ പണച്ചാക്കുകൾ അവന്റെ പിന്നിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ചൂളക്കാടനും. അവനെ സൂക്ഷിക്കണം. എന്തിനും മടിക്കാത്തവനാണ് മാത്തൻ. അടുത്ത സമീപനം എങ്ങനെ വേണമെന്നായിരുന്നു ഹരിശങ്കറിന്റെ ചിന്ത. ഉറങ്ങുന്നില്ലേ? അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൈ ചേർത്തുകൊണ്ട് പ്രിയമത തിരക്കി. എന്തു പറ്റി ചേട്ടന്? ആ കത്ത് വായിച്ചപ്പോ മുതൽ ഒരു മൗനം. ഏയ്, ഒന്നുമില്ല. ഇന്നല്പം ജോലി തിരക്കുണ്ടായിരുന്നു, അതിന്റെ ക്ഷീണമാ. നീ ആ ലൈറ്റ് അണച്ചേക്ക്. പ്രിയമത ലൈറ്റ് ഓഫ് ചെയ്തു. കട്ട പിടിച്ച ഇരുട്ടിലേക്ക് നോക്കി ഹരിശങ്കർ കിടന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട ശേഷം ഫോറസ്റ്റ് ഡിസൂസ തിരിച്ചു വരുമ്പോൾ ശക്തമായ മഴ പെയ്യാൻ ആരംഭിച്ചിരുന്നു. ജീപ്പിൽ അദ്ദേഹം തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കോരിച്ചൊരിയുന്ന കാറ്റും മഴയും. വഴിക്ക് മരം വീണ് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ജീപ്പ് തിരിച്ചു വിട്ടു. 4-5 മൈൽ വളഞ്ഞു വേണം വീട്ടിലെത്താൻ. മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. രാത്രി വളർന്നു. ഡിസൂസയ്ക്ക് അല്പം പരിഭ്രമം തോന്നാതിരുന്നില്ല. ആ സമയത്ത് ഒറ്റയ്ക്ക് വളരെ സാവധാനമാണ് അദ്ദേഹം ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്നത്. മഴ ഏതാണ്ട് നിന്നിരുന്നു. ഹെഡ്ലൈറ്റ് ചാലയുയർന്ന പാതയിലൂടെ ജീപ്പ് മുമ്പോട്ട് കുതിച്ചു. വിജനമായ വളവിലെത്തിയതും തൊട്ടു മുമ്പിൽ ഒരു മാരുതി ജിപ്സി വന്നു നിൽക്കുന്നത് കണ്ട് ഡിസൂസയുടെ കാൽ ബ്രേക്കിലമർന്നു.
മാരുതി ജിപ്സിയിൽ നിന്നും വാളാടി മാത്തനും ഗുണ്ടകൾ ഇറങ്ങി. പിന്നാലെ സൈമൺ ചൂളക്കാടനും. അതുകൊണ്ട് ഫോറസ്റ്റർ ഡിസൂസ ഞെട്ടിപ്പോയി. പരിഭ്രമത്തോടെ ജീപ്പിലിരുന്നുകൊണ്ട് ഡിസൂസ ചുറ്റും നോക്കി. തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിലെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ച നിമിഷമായിരുന്നു അത്. ഇറങ്ങി വന്നാട്ടെ സാറേ, സൈമൺ ചുളക്കാടൻ പറഞ്ഞു. സൈമന്റെ കൂടെയുള്ള ദീർഘകായൻ വാളാടി മാത്തനാണെന്ന കാര്യം ഒരു ഞെട്ടലോടെ ഡിസൂസ ഓർത്തു. ജോബിച്ചനും പ്രിൻസിയും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഇനി അവരുടെ മുഖം കാണാൻ പറ്റില്ലെന്ന് ഡിസൂസയ്ക്ക് തീർച്ചയായിരുന്നു. സാറ് പേടിക്കണ്ട, സാറിനൊരു പ്രൊമോഷൻ തരാൻ വന്നതാ നരകത്തിലോട്ട്. സൈമന്റെ തമാശ കേട്ട് മാത്തന്റെ ഗുണ്ടകൾ പൊട്ടിച്ചിരിച്ചു. എല്ലാവരും നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഡിസൂസ ജീപ്പിൽ നിന്നിറങ്ങി. ഓടി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. സാർ എങ്ങോട്ടാ ഓടുന്നത്? പറഞ്ഞാ ഞങ്ങൾ കൊണ്ടുപോയി വിട്ടേനല്ലോ. പെട്ടെന്ന് വാളാടി മാത്തൻ ഡിസൂസയുടെ 2 കൈകളും പിന്നോട്ട് പിടിച്ച് തിരിച്ചു. അയാൾ വേദന കൊണ്ട് അലറി. ഈ കൈകൾ കൊണ്ടാ നീ ഞങ്ങളുടെ തോട്ടം വെട്ടി തീയിട്ട് നശിപ്പിച്ചത്. ലക്ഷക്കണക്കിന് രൂപയാണ് നീ വെട്ടിക്കളഞ്ഞത്. സൈമൺ പുലമ്പി. ലാസറേ, വെട്ടടാ പട്ടിയുടെ കൈ. ഇനി ഈ കൈകൾ കൊണ്ടവൻ ആർക്കും നഷ്ടം ഉണ്ടാക്കരുത്. ലാസറിന്റെ കയ്യിലിരുന്ന കത്തി അന്തരീക്ഷത്തിൽ ഉയർന്നു താഴ്ന്നു. എന്നെ ഒന്നും പെട്ടെന്ന് വാക്കുകൾ മുറിഞ്ഞു. പിന്നാലെ ദിഗന്ധങ്ങൾ പൊട്ടുന്ന ഒരലർച്ചയും മുഴങ്ങി. ഇവനെ പോലുള്ളവർക്ക് ഇതൊരു പാഠമാകണം. കൊച്ചുമുതലാളി, ഒരു വണ്ടി വരുന്നുണ്ട്, സ്ഥലം വിടാം. ദൂരെ നിന്നും 2 ലൈറ്റുകൾ കണ്ട് ലോറൻസ് പറഞ്ഞു. ഉടൻ തന്നെ അവർ ജീപ്പിൽ കയറി. ജീപ്പ് പാഞ്ഞുപോയി. എസ്തപ്പാനും സംഘവുമായിരുന്നു ആ ട്രക്കിൽ വന്നത്. വഴിയിൽ ഒരാൾ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട് ട്രക്ക് നിർത്തി. എസ്തപ്പാൻ ഇറങ്ങി. ആ കാഴ്ച കണ്ട് എസ്തപ്പാൻ നടുങ്ങി. 2 കൈകളും ഛേദിച്ച നിലയിൽ ഒരു മനുഷ്യൻ. ദൈവമേ, ഇത് ഫോറസ്റ്റർ ഡിസൂസയാണല്ലോ. ഞെട്ടലോടെ ആശാൻ ഫോറസ്റ്ററെ തിരിച്ചറിഞ്ഞു. ചാക്കോ, ആന്റോ, വേഗം വന്ന് പിടിക്ക്, ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം. ട്രക്ക് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. ഫോറസ്റ്റർ ഡിസൂസയെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തു. ഉടൻ കുറെ അധികം രക്തം വേണം, ഡോക്ടർ പറഞ്ഞു. എസ്തപ്പാനും സംഘവും ഡിസൂസയുടെ ഗ്രൂപ്പിൽപ്പെട്ട രക്തമുള്ള ആളുകളെ സംഘടിപ്പിക്കാൻ പാഞ്ഞു. അതിനിടയിൽ എസ്തപ്പാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. 15 മിനിറ്റിനുള്ളിൽ സബ് ഇൻസ്പെക്ടർ ജാദേവ് ഹോസ്പിറ്റലിലെത്തി. അപ്പോഴേക്കും എസ്തപ്പാനും സംഘവും രക്തത്തിന് വേണ്ടുന്ന ആളുകളെ സംഘടിപ്പിച്ചിരുന്നു. നടന്ന സംഭവങ്ങൾ എസ്തപ്പാൻ ജാവേദിനോട് ചുരുക്കി പറഞ്ഞു. 1.5 മണിക്കൂറിന് ശേഷം ഡിസൂസയ്ക്ക് ബോധം തെളിഞ്ഞു. ഇൻസ്പെക്ടർ, സൈമൺ ചൂളക്കാടനും വാളാടി മാത്തനും ചേർന്ന് എന്നെ... അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും അബോധാവസ്ഥയിലായി. ജാവേദ് മരണമൊഴി എടുക്കുന്നുണ്ടായിരുന്നു. അന്ന് പുലർച്ചയോടുകൂടി ഫോറസ്റ്റർ ഡിസൂസ മരിച്ചു. ഫോറസ്റ്ററുടെ ശവസംസ്കാരം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചുപോയി. ബോധരഹിതയായ ട്രീസാമയെ ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയായിരുന്നു. കരഞ്ഞു തളർന്ന ജോബിച്ചനെയും പ്രിൻസിയെയും എസ്തപ്പാനാശൻ സമാധാനിപ്പിച്ചു. ഗേറ്റിൽ ജീപ്പ് വന്നു നിൽക്കുന്നത് കണ്ട് എങ്ങോട്ടോ പോകാനിറങ്ങിയ കറിയ ചൂളക്കാടൻ ഗേറ്റിലേക്ക് നോക്കി. അതൊരു പോലീസ് ജീപ്പായിരുന്നു. അതിൽ നിന്നും DSP ഹരിശങ്കറും SI ജാവേദും 5-6 പോലീസുകാരും ഇറങ്ങി. ഹരിശങ്കർ സിറ്റ് ഔട്ടിലേക്ക് കയറി. അല്ല, ഇൻസ്പെക്ടറോ? എന്താ ഈ വഴി? ഇരിക്കൂ, കറിയ ചൂളക്കാടൻ ഹരിശങ്കറോട് പറഞ്ഞു. വേണ്ട, താൻ എങ്ങനെ ഇരുത്തണ്ട. എവിടെ സൈമൺ? വിളിക്ക്. എന്തിനാ സാറേ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഏയ് ഇല്ല, ഒന്ന് അഭിനന്ദിക്കാനാ. വിളിക്കടോ. ഞാൻ ഇവിടെ ഉണ്ട്. തിരിഞ്ഞു നോക്കിയ ഹരിശങ്കർ പിന്നിൽ അക്ഷോഭിനായി നിൽക്കുന്ന സൈമണിനെ കണ്ടു. യു ആർ അണ്ടർ അറസ്റ്റ്. എന്നെയോ? എന്തിന്? ഫോറസ്റ്റർ ഡിസൂസയെ കൊലപ്പെടുത്തിയതിന്. ഞാനോ? കേട്ടോടാടി, സാറിന്റെ ഒരു തമാശ. ഷട്ട് അപ്പ് ബാസ്റ്റർഡ്, ഹരിശങ്കർ അലറി. ചൂടാകാതെ സാറേ, തെളിവുകളുണ്ടോ? ഉണ്ട്, ഫോറസ്റ്ററുടെ മരണമൊഴി. എങ്കിൽ എന്റെ മകനായിരിക്കില്ല സാറേ. സാധാരണ അവനത് ചെയ്തതാണെങ്കിൽ തെളിവുകൾ കാണാൻ വഴിയില്ല. ഫോറസ്റ്റർ പിച്ചും പേയും പറഞ്ഞതായിരിക്കും. നിർത്തടോ. ജാവേദ്, ഇവനെ വിലങ്ങ് വെക്ക്. ജാവേദ് വിലങ്ങുമായി സൈമണിനെ സമീപിച്ചു. നിൽക്ക്, ഇത് കണ്ടോ, മുൻകൂർ ജാമ്യം. സൈമൺ ഒരു പേപ്പർ എടുത്ത് ഹരിശങ്കറിന്റെ കയ്യിൽ കൊടുത്തു. യു ബ്ലഡി ബിച്ച്. സൈമന്റെ കരണത്ത് അദ്ദേഹം ഒന്ന് പൊട്ടിച്ച് കൈത്തരിപ്പ് തീർത്തു. ഇപ്രാവശ്യവും ചൂളക്കാടൻ തന്നെ തോൽപ്പിച്ചു. നീതിയിലൂടെയും നിയമത്തിലൂടെയും ചൂളക്കാടനെ പൂട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തിരിച്ചു പോകുമ്പോൾ അതായിരുന്നു ഹരിശങ്കറിന്റെ ചിന്ത. നമ്മൾ എന്തു ചെയ്യും സർ? ജാവേദ് ഹരിശങ്കറിന്റെ മുഖത്തേക്ക് നോക്കി.
എന്തോ ആലോചിക്കുകയാണെന്ന് നെറ്റിയിൽ വീണ ചുളിവുകൾ കണ്ട് ജാവേദ് ഊഹിച്ചു. സത്യസന്ധതയോടെ ഇവിടെ നിയമം നടത്താൻ ആർക്കും കഴിയില്ല, അല്ലടോ? ഹരിശങ്കർ ജാവേദിനോട് ചോദിച്ചു. അദ്ദേഹം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഡിസൂസയുടെ ഭാര്യയ്ക്ക് മെന്റൽ ട്രബിൾ ആണെന്ന് കേട്ടു. ഇനി ആ കുട്ടികൾക്ക് ആരുണ്ട്? ഹരിശങ്കർ ആരോടൊന്നില്ലാതെ പറഞ്ഞു. വാളാടി മാത്തന്റെ ഭീഷണി അപ്പോഴും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. അരുൺ മരിച്ച ദുഃഖത്തിൽ നിന്നും ഡോക്ടർ മൂർത്തിയും കുടുംബവും കരകയറിയുന്നില്ല. കുറെ ദിവസങ്ങൾ കോളേജിൽ പോകാതെ വീട്ടിൽ ചടഞ്ഞുകൂടിയ ആശയോട് ഡോക്ടർ പറഞ്ഞു. മോളെ, പരീക്ഷ എടുത്തില്ലേ? നീ ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാ കോളേജിൽ പോവാതിരിക്കുന്നത്? നമുക്ക് പോകാനുള്ളത് പോയി. നാളെ മുതൽ മോള് കോളേജിൽ പോ. മനസ്സിന് അല്പം ആശ്വാസം കിട്ടട്ടെ. പിറ്റേന്ന് മുതൽ ആശ കോളേജിൽ പോവാൻ തുടങ്ങി. 1-2 ദിവസങ്ങൾ കഴിഞ്ഞു. ആശ തനിയെ നടന്നു വരികയായിരുന്നു. അരുണിന്റെ ഓർമ്മകളിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ ഒരു കാർ അവൾക്കരികിൽ നിന്നു. ആശയല്ലേ? ഡോർ തുറന്ന് ഒരാൾ ചോദിച്ചു. ഡോക്ടർ, മൂർത്തിക്ക് ഒരു അപകടം പറ്റി, അയാൾ പറഞ്ഞു. എവിടെയാണ്? ഞെട്ടലോടെ അവൾ തിരക്കി. മെഡിക്കൽ കോളേജിലാണ്. ഞങ്ങൾ അങ്ങോട്ടാ. കുട്ടിയെ കണ്ട കൂട്ടണമെന്ന് കുട്ടിയുടെ മമ്മി പറഞ്ഞു. പിന്നെ ഒന്നും ആലോചിക്കാതെ ആശ കാറിൽ കയറി. ലോറൻസിന്റെയും ഗുണ്ടകളുടെയും ഇടയിലേക്കാണ് ആശ കയറിയത്. ചതി മനസ്സിലായപ്പോഴേക്കും ലാസർ ഒരു പ്ലാസ്റ്റർ അവളുടെ ചുണ്ടിൽ ഒട്ടിച്ചു. കൈ പിന്നോട്ട് പിടിച്ചു കെട്ടി. ആശയ്ക്ക് ശബ്ദിക്കാനായില്ല. കാറിന്റെ യാത്ര നിലച്ചത് ആനറാഞ്ചിയിലെ പഴയ ബംഗ്ലാവിന് മുന്നിലാണ്. ലോറൻസും ലാസറും ചേർന്ന് ആശയെ സൈമന്റെ മുമ്പിൽ കൊണ്ടു ചെന്ന് നിർത്തി. അവിടെ വാളാടി മാത്തനും അയാളുടെ ശിങ്കിടികളും ഉണ്ടായിരുന്നു. ചേട്ടന് പിന്നാലെ പെങ്ങളും. പക്ഷെ നിന്നെ പെട്ടെന്നൊന്നും കൊല്ലില്ല. ആ, നിന്നെ കൊണ്ടുവന്നതേ കുറെ കണക്കുകൾ പലിശ സഹിതം വീട്ടാൻ വേണ്ടിയാണ്. എന്റെ സെലിൻ ചേച്ചിയെ നിന്റെ ഡാഡി കൊന്നതാണ്. എന്നിട്ട് അസുഖത്തിന്റെ മറവിൽ രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ കഞ്ചാവ് തോട്ടത്തെക്കുറിച്ച് ഒറ്റുകൊടുത്തതും നിന്റെ ഡാഡിയാണ്. തൊന്ത തെറ്റ് ചെയ്താ മക്കൾ അനുഭവിക്കും. എടാ ലാസറെ, നീ ഇവളെ എന്റെ ബെഡ്റൂമിൽ കൊണ്ടിടും. വിസ്കു കുപ്പി എടുത്ത് വായിലോട്ട് കമഴ്ത്തി. എന്നിട്ട് സൈമൺ ആശയെ നോക്കി പല്ലിളിച്ചു. ആശ നിശബ്ദയായി നിന്ന് കണ്ണുനീർ വാർത്തു. ലാസർ ഒരു കോഴിക്കുഞ്ഞിനെ എടുക്കുന്ന ലാഘവത്തോടെ അവളെ എടുത്ത് ബെഡിലേക്ക് ഇട്ടു. പരിഭ്രമത്തോടെ ബെഡിൽ നിന്ന് ചാടി എണീറ്റ ആശ കണ്ടത് ചുവന്ന കണ്ണുകളോടെ കുടിച്ചു ലക്കുകെട്ട സൈമൺ ചൂളക്കടനെയാണ്. കടിച്ചു കീറാൻ തയ്യാറായി നിൽക്കുന്ന കശ്മലന്മാരിൽ നിന്നും തനിക്കൊരിക്കലും രക്ഷപ്പെടാനാവില്ലെന്ന് ആശയ്ക്ക് മനസ്സിലായി. സൈമൺ അവൾക്കരികിലായി ബെഡിലിരുന്നു. എന്താടി, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. ആശ ഒന്നും മിണ്ടിയില്ല. ഓ, വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുവാണല്ലോ, പിന്നെ എങ്ങനെ മിണ്ടും അല്ലേ? അതും പറഞ്ഞ് സൈമൺ ആശയുടെ വായിൽ നിന്നും പ്ലാസ്റ്റർ പൊളിച്ചു കളഞ്ഞു. നയത്തിൽ നിന്നാലേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമെന്ന് അവൾക്ക് തോന്നി. മദ്യപിച്ച് ലെക്ക് കെട്ടവനോട് വേദമോതിയിട്ട് കാര്യമില്ലല്ലോ. സൈമൺ അവളെ ബലമായി പിടിച്ച് ബെഡിലേക്ക് കിടത്തി. പിന്നാലെ അവനും ചാഞ്ഞു. സൈമൺ ആശയെ നെഞ്ചോട് ചേർത്തു. അവളിൽ നിന്നും എതിർപ്പൊന്നും ഉണ്ടാകുന്നില്ലെന്ന് അറിഞ്ഞപ്പോ അയാൾക്ക് ഉത്സാഹമായി. ഈ സമയം ബെഡിനടുത്തുള്ള ടീപ്പോയിലിരുന്ന ബ്രാൻഡി കുപ്പിയിലായിരുന്നു ആശയുടെ കണ്ണുകൾ. അവൾ കൈ എത്തിച്ച് കുപ്പിയെടുത്തതും സൈമന്റെ തലയ്ക്കിട്ട് ആഞ്ഞടിച്ചതും ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. കുപ്പി പൊട്ടി അയാളുടെ തല മുറിഞ്ഞു. സൈമണിൽ നിന്ന് ഒരാർത്തനാദം ഉയർന്നു. കിട്ടിയ സമയം പാഴാക്കാതെ ആശ വാതിൽ തുറന്ന് പുറത്തു ചാടി. പക്ഷേ തങ്ങളുടെ ഒഴിവും കാത്തുനിന്ന ഗുണ്ടകളുടെ വായിലേക്കാണ് അവൾ വീണത്. DSP ഹരിശങ്കർ അന്ന് പതിവിലേറെ വൈകി. പ്രിയംവദ തനിച്ചിരുന്ന് പേടിച്ചു കാണും. വാളാടി മാത്തന്റെ ഭീഷണി ഓർത്തപ്പോൾ അദ്ദേഹം ജീപ്പിന്റെ സ്പീഡ് കൂട്ടി. ക്വാർട്ടേഴ്സിന് മുമ്പിലെത്തിയ ഹരിശങ്കർ അമ്പരന്നു. വീടിനുള്ളിൽ വെളിച്ചമില്ല. വിറയ്ക്കുന്ന കാലടികളോടെ അകത്തേക്ക് പാഞ്ഞ ഹരിശങ്കർ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ഞെട്ടി. ഇരുളിൽ തപ്പി തടഞ്ഞ അദ്ദേഹം ലൈറ്റിന്റെ സ്വിച്ചിൽ വിരലമർത്തി. മുറിക്കുള്ളിൽ പ്രകാശം പരന്നു. എവിടെ? തന്റെ പ്രിയംവദയും പൊന്നുമോളും? അദ്ദേഹം ബെഡ്റൂമിൽ നോക്കി. ഹരിശങ്കർ ഞെട്ടിപ്പോയി. ബെഡിൽ കമിഴ്ന്നു കിടക്കുന്ന പ്രിയംവദ. തൊട്ടിലിൽ മോളെ കാണാനില്ല. വേവതു പൂണ്ട മനസ്സുമായി ഹരിശങ്കർ പ്രിയംവദയെ കുലുക്കി വിളിച്ചു. ഒരു ഞെരുക്കത്തോടെ അവൾ കണ്ണു തുറന്നു. ചേട്ടാ, നമ്മുടെ മോൾ! ഒരു തേങ്ങലോടെ പ്രിയംവദ അദ്ദേഹത്തിന്റെ മാറിലേക്ക് വീണു. മൂക്ക് എന്തു പറ്റി? മോളെവിടെ? മോളെ അവര് കൊണ്ടുപോയി. ആര്? എനിക്കറിയില്ല. എന്താണുണ്ടായത്? പറ. കോളിംബെൽ അടിക്കുന്നതായിട്ട് ചേട്ടനാണെന്ന് കരുതി വാതിൽ തുറന്നു.
പെട്ടെന്ന് രണ്ടുപേർ അകത്തേക്ക് കയറി. നിന്റെ മറ്റവന്റെ ശവക്കുഴി തോണ്ടിക്കഴിഞ്ഞെന്ന് വരുമ്പോ പറയണം, ഒരുത്തൻ പറഞ്ഞു. മറ്റേയാൾ തൊട്ടിലിറങ്ങുന്ന കുഞ്ഞിനെ എടുത്തു. ഞാൻ തടയാൻ ചെന്നപ്പോ കയ്യിലിരുന്ന തോക്കുകൊണ്ട് എന്റെ തലയ്ക്കടിച്ചു. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. തലയിൽ തടവിക്കൊണ്ട് അവൾ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ചേട്ടൻ അന്വേഷിക്കുന്ന കേസിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ ശവമേ കിട്ടൂ. അതും പറഞ്ഞാണ് അവർ മോളെയും കൊണ്ടുപോയത്. കരയാതെ, നമ്മുടെ മോക്കൊന്നും സംഭവിക്കില്ല. മതി കേസ് അന്വേഷണം. എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയാ ഞാൻ ജീവിച്ചിരിക്കില്ല. കരയരുതെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയാം അവന്മാരാരാണെന്ന്. DSP ഹരിശങ്കർ CI ജാവേദിനെ ഫോണിൽ വിളിച്ച വിവരം ധരിപ്പിച്ചു. താൻ ആന റാഞ്ചിലേക്ക് പോവുകയാണെന്നും ഉടൻ പോലീസുമായി അവിടെ എത്തണമെന്നും ഹരിശങ്കർ പറഞ്ഞു. വാതിലടച്ചു. ഞാൻ മോളെയും കൊണ്ട് മടങ്ങി വരൂ. പ്രിയമതയോട് അതും പറഞ്ഞ് ഹരിശങ്കർ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പിൽ കയറി. ജീപ്പ് അസ്ത്രം പോലെ ആന റാഞ്ചി ലക്ഷ്യമാക്കി കുതിച്ചു. വെറും ഒരു ഊഹത്തിന്റെ പേരിലാണ് ഹരിശങ്കർ ചൂളക്കാടന്റെ എസ്റ്റേറ്റിലേക്ക് വണ്ടി വിട്ടത്. സൈമൺ ചൂളക്കാടനും സംഘവുമായിരിക്കും മോളെ തട്ടിക്കൊണ്ടുപോയതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച തല ഒരുപക്ഷെ വാളാടി മാത്തന്റേതായിരിക്കും. DSP ഹരിശങ്കറിന്റെ കാൽ ജീപ്പിന്റെ ആക്സിലേറ്ററിൽ അമർന്നുകൊണ്ടിരുന്നു. ഭ്രാന്തമായ വേഗത്തിൽ ജീപ്പ് കുതുക്കിയായിരുന്നിട്ടും സ്പീഡ് പോരെന്ന് അദ്ദേഹത്തിന് തോന്നി. തന്റെ മോളെക്കുറിച്ച് ഓർത്തപ്പോൾ അറിയാതെ വീണ്ടും കാൽ ആക്സിലേറ്ററിൽ വീണു. ആനറാഞ്ചിയിലേക്കുള്ള പാതയിൽ ജീപ്പ് എത്തി. പെട്ടെന്ന് ഒരു വെടിയേറ്റ് ജീപ്പിന്റെ ബാക്ക് വീൽ പഞ്ചറായി. ഹരിശങ്കറിന്റെ കാൽ യാന്ത്രികമായി ബ്രേക്കിൽ അമർന്നു. ഒരു കുലുക്കത്തോടെ ജീപ്പ് നിന്നു. 1-2 സെക്കൻഡ് കൂടി അദ്ദേഹം ജീപ്പിലിരുന്നു. ആക്രമി പുറത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിരുന്നു അത്. ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സൈമണും ഗുണ്ടകളും വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടു കാണും. അപ്പോ തന്റെ മോൾ? ഇല്ല, അവളെയും കൊണ്ടല്ലാതെ താൻ തിരിച്ചു പോകില്ല. മങ്ങിയ വെളിച്ചത്തിൽ ചുറ്റുപാട് ശ്രദ്ധിച്ചുകൊണ്ട് ഹരിശങ്കർ കരുതലോടെ ജീപ്പിൽ നിന്നും പുറത്തിറങ്ങി. അദ്ദേഹത്തിന്റെ വലതു കൈ സർവീസ് റിവോൾവറിൽ വിശ്രമിക്കുകയായിരുന്നു. ഒരു മാർജാറിനെ പോലെ ഓരോ ചുവടും ശ്രദ്ധയോടെ മുമ്പോട്ട് വെച്ച് ഹരിശങ്കർ നീങ്ങി. ദൂരെ ഇരുളിന്റെ കോട്ട പോലെ ബംഗ്ലാവ് അദ്ദേഹം കണ്ടു. ജാവേദും സംഘവും ഉടൻ എത്തുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. തന്റെ ജീപ്പിന്റെ ടയർ വെടിവെച്ച് തകർത്തവന്റെ അടുത്ത ലക്ഷ്യം താനായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഏതു നിമിഷവും ഒരു ബുള്ളറ്റ് ഇരുളിൽ ചീറി പാഞ്ഞു വരാം. അപ്പോൾ ബംഗ്ലാവിനുള്ളിൽ നിന്നും ചോര മരവിപ്പിക്കുന്ന ഒരു നിലവിളി അദ്ദേഹം കേട്ടു. അതൊരു പെൺകുട്ടിയുടെ ശബ്ദമാണെന്ന് ഹരിശങ്കർ തിരിച്ചറിഞ്ഞു. ഇരുളിൽ തപ്പിത്തടഞ്ഞ് ഹരിശങ്കർ ബംഗ്ലാവിനകത്ത് കയറി. പെട്ടെന്ന് ശക്തമായൊരു താടനമേറ്റ് അദ്ദേഹം തറയിലേക്ക് വീണു. അപ്പോൾ മുറിക്കുള്ളിൽ ലൈറ്റ് തെളിഞ്ഞു. പകപ്പോടെ ചാടി എണീറ്റ ഹരിശങ്കർ ചുറ്റും നിൽക്കുന്ന ഗുണ്ടകളെ കണ്ടു ഞെട്ടി. വെൽക്കം ഇൻസ്പെക്ടർ സർ. നാടകീയമായി ചുവടുകൾ വെച്ചുകൊണ്ട് സൈമൺ ചൂളക്കാടനും വാളാടി മാത്തനും ഹരിശങ്കറിന്റെ സമീപത്തേക്ക് വന്നു. സൈമണിന്റെ തലയിൽ ഒരു വെച്ചുകെട്ടുണ്ടായിരുന്നു. അതിൽ രക്തം പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. താങ്കളുടെ ധൈര്യത്തെ അഭിനന്ദിക്കാതെ വയ്യ. മോളെ തേടി എത്തിയതായിരിക്കും അല്ലേ? പക്ഷെ ഇനി സാറും തിരിച്ചു പോകില്ല. ഒരിക്കല ഞങ്ങൾ മുന്നറിയിപ്പ് തന്നതാണ്. പക്ഷെ താങ്കൾ അത് കേട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. സൈമൺ ആംഗ്യ കാണിച്ചപ്പോൾ ഗുണ്ടകൾ ഹരിശങ്കറിനെ തൂണിനോട് ചേർത്ത് കെട്ടി. അദ്ദേഹം ഒന്ന് കുതറി നോക്കിയെങ്കിലും നിഷ്ഫലമായതേ ഉള്ളൂ. കെട്ടുന്നതിന് മുമ്പ് തന്നെ റിവോൾവർ എടുത്തു മാറ്റിയിരുന്നു. നിനക്കെന്നെ അറസ്റ്റ് ചെയ്യണം അല്ലേ? എന്നെ അറസ്റ്റ് ചെയ്യാമെന്ന് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്ത് പരലോകത്തേക്ക് വിടും. ലാസറെ, വില്യംസ്! സൈമൺ ഗുണ്ടകളെ വിളിച്ചു. ആ വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയ ലാസറും വില്യംസും റെഡിയായി. തുടങ്ങിക്കോളൂ. സൈമണിന്റെ ആജ്ഞ ലഭിച്ചതും അവർ കയ്യിലിരുന്ന കമ്പിവടി കൊണ്ട് ഹരിശങ്കറിനെ തലങ്ങും വിലങ്ങും അടിച്ചു. അദ്ദേഹം അലറി നിലവിളിച്ചു. ഒടുവിൽ ആ നിലവിളി ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വന്നു. രക്തത്തിൽ കുളിച്ച ഒരു മാംസപിണ്ഡം പോലെ ഹരിശങ്കർ തൂങ്ങി നിന്നു. പിടലി ഒടിഞ്ഞതുപോലെ കഴുത്ത് താഴേക്ക് ഒടിഞ്ഞു കിടന്നു. ആ കഴിവേറി ചത്തോടാ? സൈമൺ ചോദിച്ചു. കാറ്റ് പോയെന്നാ തോന്നുന്നേ. എങ്കിൽ കത്തിച്ചു കളഞ്ഞേക്കേ. ആ കൊച്ചിനെ എന്ത് ചെയ്യണം? ലാസർ ചോദിച്ചു. നേരത്തെ എടുത്ത ഇഞ്ചക്ഷൻ ഒരെണ്ണം കൂടി കൊടുക്ക്, അതോടെ തീരും. വാളാടി മാത്തൻ ഒരു ചുരുട്ട് കത്തിച്ചുകൊണ്ട് ലാസറിനോട് പറഞ്ഞു. വില്യംസും ഗുണ്ടകളും ഹരിശങ്കറിന്റെ നിർജീവമായ ശവം എടുത്തുകൊണ്ടുപോയി. പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതിനായി പെട്രോൾ ടിന്നുമായി ലാസറും പിറകെ ചെന്നു. അപ്പോൾ ബംഗ്ലാവിന്റെ മുമ്പിൽ വണ്ടികൾ അലറി നിൽക്കുന്ന ശബ്ദം അവർ കേട്ടു. പോലീസ്! ഇരുളിൽ ആരുടെയോ പരിഭ്രാന്തമായ ശബ്ദം കേട്ട് സൈമണും സംഘവും ഞെട്ടി. അടുത്ത നിമിഷം കറണ്ട് പോയി. ബംഗ്ലാവിനകത്തേക്ക് പാഞ്ഞു കയറി ഇൻസ്പെക്ടർ ജാവേദും സംഘവും
ഇരുളിൽ ചുറ്റിത്തിരിഞ്ഞു. ഒരു പോലീസുകാരൻ മെയിൻ സ്വിച്ച് കണ്ടുപിടിച്ച് ഓൺ ചെയ്തു. പടയൊഴിഞ്ഞ പടക്കളം പോലെയായിരുന്നു അപ്പോൾ ബംഗ്ലാവ്. വഴിക്ക് പോലീസ് ജീപ്പ് കിടക്കുന്നത് കണ്ടുകൊണ്ട് ഹരിശങ്കർ സാർ ബംഗ്ലാവിൽ എത്തിയിട്ടുണ്ടെന്ന് ജാവേദിന് മനസ്സിലായി. ജാവേദിന്റെ കഴുകൻ കണ്ണുകൾ ബംഗ്ലാവിനുള്ളിൽ ചുറ്റി നടന്നു. ഒടുവിൽ SP ഹരിശങ്കറിന്റെ നിർജീവമായ ശരീരം അവർ കണ്ടെത്തി. തരിച്ചു നിൽക്കാനേ ജാവേദിന് കഴിഞ്ഞുള്ളൂ. ചോര പുരണ്ട മാംസപിണ്ഡത്തിന്റെ രൂപത്തിലായിരുന്നു ആ ശരീരം. ഡിപ്പാർട്ട്മെന്റിലെ ചുണക്കുട്ടിയായിരുന്നു അദ്ദേഹമെന്ന് ഒരു നിമിഷം ജാവേദ് ഓർത്തു. എവിടെ അദ്ദേഹത്തിന്റെ മോൾ? അപ്പോൾ ഒരു പോലീസുകാരൻ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഹരിശങ്കറിന്റെ മോളെ കണ്ടെത്തി. സർ, ശക്തമായ ഏതോ മയക്കുമരുന്ന് കുട്ടിക്ക് കൊടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു, കോൺസ്റ്റബിൾ പ്രഭാകരൻ പറഞ്ഞു. സർ, ഒരു ശവം, മറ്റൊരു കോൺസ്റ്റബിൾ ഓടി വന്നു പറഞ്ഞു. ജാവേദ് അങ്ങോട്ട് കുതിച്ചു. ഒരു യുവതിയുടെ ജഡമായിരുന്നു അത്. കമിഴ്ന്നു കിടക്കുന്ന ജഡത്തിൽ അരയ്ക്ക് താഴോട്ട് നഗ്നമായിരുന്നു. ജാവേദ് ആ ശവം തിരിച്ചു കിടത്തി. ഒരു നിമിഷം അദ്ദേഹം ഞെട്ടി പിന്നോട്ട് മാറി. ആശ, ഡോക്ടർ മൂർത്തിയുടെ മകൾ. ക്രൂരമായ ബലാത്സംഗത്തിന് ആ പെൺകുട്ടി ഇരയായിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പരിചയസമ്പന്നനായ ആ ഉദ്യോഗസ്ഥന് മനസ്സിലായി. കുറ്റവാളികൾ രക്ഷപ്പെട്ടിരിക്കുന്നു. വളരെ വിദഗ്ധമായി. തെളിവുകളൊന്നും അവശേഷിച്ചിട്ടില്ല. ജീപ്പിലുണ്ടായിരുന്ന വയർലെസ് മുഖേന ജാവേദ് DIGയുമായി ബന്ധം പുലർത്തി. അങ്ങനെ അവന്റെ ശല്യം തീർന്നു. ഫോറിൻ മദ്യം വാളാടി മാത്തന്റെ ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് കറിയ ചൂളക്കാടൻ പൊട്ടിച്ചിരിച്ചു. ഇനി ഞാൻ ഇങ്ങോട്ട് വരുത്താൻ പോകുന്നത് ആരെയാണെന്നറിയാമോ? ആരെയാ ഡാഡി? സൈമൺ തിരക്കി. DSP തിലകൻ. നമ്മൾ വരയ്ക്കുന്നതിനപ്പുറം പോവില്ല. ഞാൻ ഹോം മിനിസ്റ്ററെ വേണ്ട പോലെ കണ്ടിട്ടുണ്ട്. ആ, കുറച്ചു മുമ്പ് തിലകനെ ഞാൻ വിളിച്ചിരുന്നു. മറ്റന്നാൾ ഇവിടെ എത്തും. ഇപ്പൊ എന്ത് പറയുന്നു? തന്റെ മുമ്പിലിരുന്ന ഗ്ലാസ് കാലിയാക്കിക്കൊണ്ട് കറിയാച്ചൻ ചോദിച്ചു. മുതലാളിയെ സമ്മതിച്ചു തന്നിരിക്കുന്നു, വാളാടി മാത്രം പറഞ്ഞു. ഇനി ആ മൂർത്തിയെ കൂടി പറഞ്ഞു വിടണം. അവന്റെ മക്കളെ വിട്ടെടുത്തോട്ട്. അതിന് ഞങ്ങൾ ചില പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് ഡാഡി. ഒരു സിഗരറ്റ് കത്തിക്കാനുള്ള സമയം എടുത്തിട്ട് സൈമൺ തുടർന്നു. അവന് നൽകാൻ പോകുന്ന ശിക്ഷ ഡാഡി കാത്തിരുന്ന് കണ്ടോളൂ. ഏതായാലും തിലകനും കൂടി വന്നോട്ടെ. ഒരു പട്ടിയും നമ്മളെ ഒന്നും ചെയ്യില്ല. സൈമ, ഡിസോസയുടെ മകനുണ്ടല്ലോ, എന്താണ് അവന്റെ പേര്? ജോബ്. ആ, അവൻ കുറഞ്ഞ പുള്ളിയൊന്നും അല്ല. നമ്മുടെ മോളെ വലയിൽ വീഴ്ത്തിയില്ലേ, അവനിൽ ഒരു കണ്ണ് വേണം. പിന്നെ ലിസിയെ എപ്പോഴും നീ ശ്രദ്ധിക്കണം. കോളേജിൽ പോകുന്നത് ഇനി മുതൽ നിന്റെ ഒപ്പം മതി. ശരി ഡാഡി. തങ്ങളുടെ പൊന്നോമന മക്കൾ വിട്ടുപിരിഞ്ഞെന്ന് വിശ്വസിക്കാൻ ഡോക്ടർ മൂർത്തിക്കും ഭാര്യ ലക്ഷ്മിക്കും കഴിയുമായിരുന്നില്ല. അരുണും ആശയും എവിടെയോ യാത്ര പോയതാണെന്ന് അവർക്ക് തോന്നി. കുറച്ചു കഴിയുമ്പോൾ ഡാഡിന്നും മമ്മിയെന്നും വിളിച്ചുകൊണ്ട് തിരിച്ചു വരുമെന്നും. പക്ഷേ അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണെന്ന് മൂർത്തിക്ക് അറിയാമായിരുന്നു. ആശയും അരുണും ഒരിക്കലും തിരിച്ചു വരില്ലെന്ന സത്യത്തോട് പൊരുത്തപ്പെട്ടേ മതിയാവൂ. മൂർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ലക്ഷ്മി അങ്ങോട്ട് വന്നപ്പോ പെട്ടെന്ന് അദ്ദേഹം കണ്ണുകൾ ഒപ്പി. മരിക്കുമ്പോ ചെതയ്ക്ക് കൊള്ളി വെക്കാനും കൂടി ഒന്നിന് നീ ഞങ്ങൾക്ക് ബാക്കി തന്നില്ലല്ലോ ഗുരുവായൂരപ്പ. ഇതിനൊക്കെ പാപം എന്തു ചെയ്തു? ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞ് കവളിൽ കൂടി താഴോട്ടൊഴുകി. അവരെ ആശ്വസിപ്പിക്കാൻ മൂർത്തിക്ക് ആവുമായിരുന്നില്ല. ഇല്ല ഡോക്ടർ മൂർത്തി ഇതുകൊണ്ടൊന്നും തളരില്ല. ശരീരവും മനസ്സും കല്ലാക്കാൻ മൂർത്തി പഠിച്ചു കഴിഞ്ഞു. വിടില്ല, ചൂളക്കാടന്മാരെ ഒന്നിനെയും വിടില്ല. എന്റെ പൊന്നുമക്കളുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മൂർത്തി മനസ്സിൽ കോറിയിട്ടു. ഇനി പിന്നോട്ടില്ല, മുമ്പോട്ട് മാത്രം. DSP ഹരിശങ്കറിന്റെ മരണവും ആശയുടെ മരണവും എല്ലാം ജോബ് ഡിസൂസ അറിയുന്നുണ്ടായിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച കൈകൾ ചൂളക്കാടന്മാരുടേതാണെന്നും അവൻ അറിയാമായിരുന്നു. പക്ഷേ തെളിവുകളില്ലല്ലോ. നീതിപാലർക്ക് അതല്ലേ ആവശ്യം. എസ്തപ്പാനൊറീനെയും ജോബിനെയും പ്രിൻസിയെയും ആശ്വസിപ്പിക്കാൻ വരുമായിരുന്നു. ജോബ്, നീ പതറരുത്. പ്രിൻസിക്കും നീ മാത്രമേ ഉള്ളൂ, അത് ഓർമ്മ വേണം. എപ്പോഴും കരുതിയിരിക്കണം. ലിസിയെ നീ സ്നേഹിക്കുന്ന വിവരം അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ചതിക്കാൻ എന്തെങ്കിലും കുതന്ത്രം മെനയാതിരിക്കില്ല അവർ, എസ്തപ്പൻ ഓർമ്മിപ്പിച്ചു. ആശാൻ പറഞ്ഞത് ശരിയാണെന്ന് അവൻ അറിയാമായിരുന്നു. താനും ലിസിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ലോറൻസ് സൈമണിന്റെ ചെവിയിൽ എത്തിച്ചു കാണുമെന്നറിയാം. അതിനുശേഷം ലിസിയെ ഇങ്ങോട്ട് കണ്ടിട്ടേയില്ല. മോനെ, മമ്മിക്ക് എങ്ങനെയുണ്ട്? ആശാൻ ചോദിച്ചു. ഒരു കുറവുമില്ല. ഇന്നലെയും ഞങ്ങൾ പോയി കണ്ടിരുന്നു. ആരെയും തിരിച്ചറിഞ്ഞില്ല. അത് പറഞ്ഞപ്പോൾ അവന്റെ കണ്ടമിടറി. സാരമില്ല മക്കളെ, മമ്മിക്ക് സുഖാവും. നിങ്ങൾ പ്രാർത്ഥിക്ക്. ഞങ്ങൾ ഇറങ്ങട്ടെ? വാ മോളെ. പോകാൻ മൗനാനുവാദം ചോദിച്ചുകൊണ്ട് റീന പുറത്തേക്കിറങ്ങി.
പവിഴക്കൊട്ടാരം. ബംഗ്ലാവിന്റെ മുമ്പിൽ ഒരു വാഹനം വന്ന് അലറി നിൽക്കുന്ന ശബ്ദം കേട്ടാണ് കറിയാച്ചൂളക്കാടൻ രണ്ടാം നിലയിലൂടെ വരാന്തയിൽ നിന്ന് താഴേക്ക് നോക്കിയത്. അതൊരു പോലീസ് ജീപ്പായിരുന്നു. കറിയാച്ചന്റെ നെറ്റി ചുളിഞ്ഞു. ജീപ്പിൽ നിന്നും DSP തിലകൻ ഇറങ്ങുന്നത് കണ്ട് കറിയാച്ചന്റെ മുഖം താമര പോലെ വിടർന്നു. മുതലാളി താഴേക്ക് ഓടി. അല്ല, ഇതാര്, തിലകനോ? ഹൃദയപൂർവ്വം തിലകനെ അകത്തേക്ക് സ്വീകരിച്ചു. എടോ കറിയാച്ച, തനിക്ക് പ്രായം കുറഞ്ഞു വരുവാണോ? കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. അന്ന് കാണുമ്പം തന്റെ തല മുഴുവൻ നരച്ചതായിരുന്നല്ലോ. ഇപ്പോ നല്ല കറുപ്പും. താൻ ഡൈ ചെയ്യുന്നുണ്ടല്ലേ? ക്യാപ്പ് ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് തിലകൻ സെറ്റിയിൽ അമർന്നു. എന്നാണ് ചാർജ് എടുത്തത്? ഇന്നലെ വൈകിട്ട്. താമസം? സർക്കാർ വക ക്വാർട്ടേഴ്സിൽ. താൻ ഇങ്ങനെ പന്തം കണ്ട പിരിച്ചയ്യെ പോലെ ഇരിക്കാതെ ഹോട്ട് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാടോ. ഇന്ന് തനി പച്ചയാ. അത് ഞാൻ മറന്നു. കറിയാച്ചൻ എണീറ്റ് സൈമനെ വിളിച്ച് എന്തോ സംസാരിച്ചു. 10 മിനിറ്റിനുള്ളിൽ വിദേശ മദ്യക്കുപ്പികളും സോഡയും ഗ്ലാസും മേശപ്പുറത്തു നിരന്നു. മദ്യപാനം കഴിഞ്ഞപ്പോഴേക്കും ആ ചുറ്റുവട്ടത്തെക്കുറിച്ച് ഏകദേശ വിവരം കറിയാച്ചൻ തിലകനോട് വിളമ്പി കഴിഞ്ഞിരുന്നു. താൻ ഒന്നും പേടിക്കണ്ടോ. തനിക്ക് തോന്നിയതുപോലെ ചെയ്തോ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. തലയ്ക്ക് ലഹരി കരയാൻ തുടങ്ങിയ തിലകൻ പറഞ്ഞു. എടോ, ഡ്യൂട്ടിക്കിടയിൽ കുടിക്കാൻ പറ്റുമോ? മണ്ണാങ്കട്ട. അങ്ങനെ ഇവിടെ ആരും നിയമം ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല. അതുപോട്ടെ, എവിടെ തന്റെ മോള്? വിളിക്ക്. ലിസി, മോളെ. കറിയാച്ചൻ വിളിച്ചപ്പോ ലിസി അപ്സ്റ്റേറിൽ വന്നു നിന്നു. ഇവളങ്ങ് വളർന്നല്ലോടാ. കെട്ടിക്കാൻ പ്രായമായല്ലോ. ചെറുക്കന്മാരെ അന്വേഷിക്കുന്നുണ്ടോ? അത് ഇല്ല, ഉടനെ വേണ്ടെന്നാ അവക്ക്. പഠിക്കുവല്ലേ, പഠിത്തം കഴിയട്ടെ. ലിസി പോയി കഴിഞ്ഞപ്പോ ജോബിച്ചന് ലിസിയുമായുള്ള അടുപ്പം കറിയാച്ചൻ തിലകനോട് സൂചിപ്പിച്ചു. ഇനി എന്തെങ്കിലും ഉണ്ടായാ ഞാനല്ലേ ഉള്ളത്. ഞാൻ ധൈര്യമായിട്ടിരി. തിലകൻ പറഞ്ഞു. സുമിത്രയോടും മകളോടും എന്റെ അന്വേഷണം പറയണം. സമയം കിട്ടുമ്പോ താൻ അവരെയും കൂട്ടിക്കൊണ്ടുപോവാ. അത് ഞാൻ പറയാനുണ്ടോ? ചാർജ് എടുത്തതല്ലേ ഉള്ളൂ. സമയം ഇഷ്ടം പോലെ കിടക്കുവല്ലേ. ആ കറിയച്ചാ, ഞാൻ ഇറങ്ങുന്നു. ക്യാപ്പ് എടുത്ത് തലയിൽ ഉറപ്പിച്ചുകൊണ്ട് തിലകൻ എണീറ്റു. കാണാമിടോ. അതും പറഞ്ഞ് തിലകൻ ജീപ്പിൽ ചെന്ന് കയറി. ജീപ്പ് കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ കറിയാച്ചന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. എല്ലാം നേടിയ മട്ടിലുള്ള ചിരി. ഡോക്ടർ മൂർത്തി ഭാര്യയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിറ്റൗട്ടിലെ ട്യൂബ് ലൈറ്റിന് മുമ്പിൽ ചുറ്റിക്കളിക്കുന്ന പ്രാണികളിലായിരുന്നു അദ്ദേഹത്തിന്റെ മിഴികൾ. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. നന്ദി. വീണ്ടും കാണാം.